LSGS എക്സാം അല്ലെങ്കിൽ കോമൺ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ മൂന്നാമത്തെ ഘട്ടം പോലും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങൾ LSGSൻ്റെയും SIയുടെയും സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ബാച്ചസ് ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ സിവിൽ സർവീസിലെയും കേരള PSCയിലെയും എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് നയിക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ എല്ലാ ആൾക്കാരും കൺഫ്യൂസ്ഡ് LSGSൻ്റെ പേപ്പർ 2 സ്പെഷ്യൽ ടോപ്പിക്സ് എങ്ങനെ പഠിക്കുന്നുള്ള ആലോചിച്ചിട്ടാണ്. ടെൻഷൻ വേണ്ട, അതിന് വേണ്ടി നമ്മൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ബാച്ചസ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫസ്റ്റ് ക്ലാസ്സാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഓൾറെഡി എക്കണോമിക്സ് ഓവർലാപ്പ് ചെയ്യുന്ന ഏരിയാസ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ചില ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് പഠിക്കാൻ പോകുന്നത്. സോ കട്ടയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയമില്ല. കാര്യം ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് വരാൻ പോകുന്നത്. ഒരു സ്വപ്ന ജോലിയാണ്. തുടക്കം തന്നെ ഗസറ്റഡ് റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന ഒരു കോഴ്സാണ്. പല ആൾക്കാരും ഇപ്പോൾ ഇത് കൺഫ്യൂഷൻ എനിക്കറിയാം. സപ്പോസ് നമ്മൾ LSGS മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങും, അല്ലെങ്കിൽ കോഴ്സിലേക്ക് വരുന്നു, പക്ഷേ പ്രിലിംസ് പൊട്ടിയാൽ എന്ത് ചെയ്യും? നിങ്ങൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലൊന്നും ആരും വഴിയാധാരം ആവില്ല. കാരണം ഇപ്പം പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ, ഇപ്പം കോഴ്സിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഇൻ കേസ് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഡിഗ്രി ലെവൽ ലോങ് ടേം ബാച്ചിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാവുന്നതാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും KS അടക്കമുള്ള പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻസ് നമ്മൾ വരാൻ പോകണം, പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം അത്തരം പരീക്ഷകൾക്കുള്ള ട്രെയിനിങ്, ഇൻറ്റൻസീവ് ട്രെയിനിങ് നിങ്ങൾക്ക് ഈ ബാച്ചിൽ കിട്ടും. 12 മാസം വാലിഡിറ്റി ഉണ്ടായിരിക്കും. സോ ഈ ബാച്ചിൻ്റെ ഭാഗമാവാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ ഇവിടെ പേ ചെയ്യുന്ന ഫീസ് വളരെ അഫോർഡബിൾ ഫീസാണ്. സ്റ്റിൽ അത് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ചെയ്ത് ആ സമയത്തെ ഡിഗ്രി ലെവൽ ലോങ് ടേം ബാച്ചിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാവുന്നതാണ്. സോ പഠിച്ച് തുടങ്ങാൻ എക്സ്ക്യൂസസിന് സ്കോപ്പില്ല. ഇന്നത്തെ ക്ലാസ്സിൻ്റെ നോട്ട്സ് ടെലിഗ്രാമിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. ടെലിഗ്രാം ഫാമിലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറേ മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആവുക, നമുക്ക് ഒരുമിച്ച് നിന്ന് പഠിക്കാം കേട്ടോ. സോ പുഷ് ദ കോമ്പറ്റീഷൻ. ഇന്നത്തെ ക്ലാസ്സിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഇത്തരം കൂടുതൽ വീഡിയോസ്, കൂടുതൽ ഫ്രീ കണ്ടന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. സോ ഓൾ ദ ബെസ്റ്റ്. ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വേ ഓഫ് ഡെവല്യൂഷൻ ഓഫ് പവർ, അല്ലെ? അധികാരം മുകൾ തട്ടിലുള്ള ഗവൺമെന്റിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അത് താഴെ തട്ടിലേക്ക് ഡിവോൾവ് ചെയ്യുക അല്ലെങ്കിൽ താഴെ തട്ടുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡെമോക്രസിയുടെ ക്ലാസിഫിക്കേഷനെ പറ്റി പറഞ്ഞു. ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷന്റെ ഉദ്ദേശം, പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്റീവ് ഗവൺമെന്റ് ആണ്. പങ്കാളിത്തത്തോടെ, പരമാവധി പങ്കാളിത്തത്തോടെ മാത്രമേ ജനാധിപത്യം പൂർണ്ണമായും സക്സസ്ഫുൾ ആകൂ. ആൻഡ് ദാറ്റ് ഇസ് ദ റീസൺ വൈ വി ആർ ഹെഡിങ് ഫോർ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. ആൻഡ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷന്റെ ഭാഗമായി നമ്മൾ മറ്റു ചില കാര്യങ്ങളെ പറ്റി കൂടി പറഞ്ഞു. ഓഫ്കോഴ്സ് എന്താണ് ഡെമോക്രസി എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ വികേന്ദ്രീകരണമാണ്. കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന അധികാരങ്ങൾ മറ്റ് വിഭാഗങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡെമോക്രസി എന്ന ആശയം പ്രാദേശിക ഭരണാധികാരികളിലൂടെ ഏറ്റവും താഴെത്തട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും താഴെത്തട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് കീഴിലായി പ്രാദേശിക ഭരണ സംവിധാനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷനും ഡെലിഗേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, അല്ലെ? ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഔദാര്യമല്ല, ഒരു കൺസെഷൻ അല്ല, ഇതൊരു അവകാശമാണ്. അതായത് സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളുടെ അവകാശമാണ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എല്ലാ ജനങ്ങളുടെയും അവകാശമാണ് ഡെമോക്രസി തങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അവകാശമല്ല. യെസ്, ഇറ്റ്സ് നോട്ട് എ റൈറ്റ്, isn't it? It's a right. ഓക്കെ, ഔദാര്യമല്ല, അതൊരു അവകാശമാണ്. എന്നാൽ ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പെട്ടെന്ന് സ്ക്രീനിൽ നിങ്ങളുടെ മെസ്സേജ് കാണുമ്പോൾ ഞാൻ വീണ്ടും റേഞ്ച് കട്ടായോ എന്നാണ് പെട്ടെന്ന് ചിന്തിക്കുന്നത്. അതാണ് ഞാൻ പെട്ടെന്ന് എടുത്ത് നോക്കുന്നത് കമന്റ്. ഫൈൻ. അപ്പൊ ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെലിഗേഷൻ ഇസ് ടോട്ടലി ഓൺ ദ ബേസിസ് ഓഫ് കൺസെഷൻ, isn't it? പാർലമെന്റ് അധികാരം എക്സിക്യൂട്ടീവിന് കൈമാറുന്നു. പാർലമെന്റ് കൈമാറുന്ന മേഖലയിൽ നിന്ന് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കൂ. അതായത് പാർലമെന്റിന്റെ പ്ലഷറോടുകൂടി മാത്രമേ എക്സിക്യൂട്ടീവിന് അധികാരം ഉപയോഗിക്കാൻ സാധിക്കൂ. ആൻഡ് ദിസ് ഇസ് വാട്ട് ഡു യു മീൻ ബൈ ഡെലിഗേഷൻ. സോ വി ഹാവ് അണ്ടർസ്റ്റുഡ് അബൌട്ട് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ആസ് വെൽ ആസ് ഡെലിഗേഷൻ. അഡ്മിനിസ്ട്രേറ്റീവ് ഡീസെൻട്രലൈസേഷൻ എന്താണ് എന്നും നമ്മൾ പഠിച്ചു, അല്ലെ? എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡീസെൻട്രലൈസേഷൻ? എക്സിക്യൂട്ടീവിനകത്ത്
താഴെ തട്ടുകളിലുള്ള ഓഫീസർമാർ അധികാരം ഉപയോഗിച്ച് ഒരു പദ്ധതി നടപ്പിലാക്കുന്നു എന്നതിനെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നു. That is what is administrative decentralization, and administrative basically means it is executive. Executive ആണ് administrative അല്ലെങ്കിൽ administration എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So that is one point of area that you will have to understand. Finally നമ്മൾ പറഞ്ഞത് democratic centralism എന്ന ആശയത്തെ പറ്റിയാണ് അല്ലെ. Democratic centralism is exactly reverse to that of democratic decentralization. Democratic decentralization ന്റെ exact opposite ആണ് democratic centralism എന്ന് പറയുന്നത്. നമ്മൾക്ക് എങ്ങനെ പറയാം? ജനാധിപത്യ കേന്ദ്രീകരണം എന്ന് പറയാം അല്ലെ. ജനാധിപത്യ കേന്ദ്രീകരണം, ജനാധിപത്യം കേന്ദ്രീകരിക്കപ്പെടുകയാണ്. സേ ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്നലെ എക്സാമ്പിൾ പറഞ്ഞു, നമ്മളുടെ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടും 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടും സപ്പോസ് സുപ്രീം കോടതി എന്തെങ്കിലും കാരണം കൊണ്ട്, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലിവിങ് ഡോക്യുമെന്റ് ആണ് അല്ലെ. അതായത് കാലഘട്ടങ്ങൾക്കനുസരിച്ച്, സമൂഹത്തിന്റെ മാറ്റത്തിനനുസരിച്ച് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇന്റർപ്രിട്ടേഷനും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, സപ്പോസ് ഇപ്പോഴൊന്നും അല്ല, വളരെ വിദൂരമായ കാലം നമ്മൾ പരിഗണിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഈ പറയുന്ന ഡീസെൻട്രലൈസേഷൻ എതിരായി ഒരു ഹർജി സുപ്രീം കോടതിയിൽ പരിശോധിക്കപ്പെടുകയും അല്ലെങ്കിൽ പരിഗണിക്കപ്പെടുകയും ഡീസെൻട്രലൈസേഷൻ റദ്ദ് ചെയ്യപ്പെടുകയും ചെയ്താൽ അതിന്റെ അർത്ഥം എന്താണ്? വീണ്ടും ഈ അധികാരം ഒരു വിഭാഗത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും അല്ലെ. ഇപ്പൊ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനുള്ള അധികാരങ്ങളൊക്കെ എക്സസൈസ് ചെയ്യുന്നത് ചിലപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും. കാരണം സ്റ്റേറ്റ് ലിസ്റ്റിൽ പരാമർശിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ തിരിച്ച് ഈ സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന വിഭാഗം ഉപയോഗിക്കുന്ന അധികാരങ്ങൾ സറണ്ടർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്ന് പറയുന്നത്. ഡെമോക്രാറ്റിക് സെൻട്രലിസം, യു മേ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ലൈക്ക് ദിസ്. ഇറ്റ് ഇസ് സെൻട്രലൈസേഷൻ, സെൻട്രലൈസേഷൻ ഓഫ് ഡെമോക്രസി. ജനാധിപത്യമുണ്ട്, പക്ഷെ ഈ ജനാധിപത്യം എവിടെ മാത്രമേ ഉള്ളൂ? അപ്പർ ലെവൽസിൽ മാത്രമേ ഉള്ളൂ, lower levels illa. So that is the reason why we say that it is extremely opposite. So when you say about democratic decentralization, democratic decentralization, suppose this is a central government or state government, that means higher level government. Democratic decentralization നമ്മൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാം അല്ലെ. അധികാരം ട്രാൻസ്ഫർ ചെയ്യുകയാണ്, അധികാരം നൽകുകയാണ്, സബോർഡിനേറ്റ് ലെവലിലേക്ക് അധികാരം നൽകുന്നു. എന്നാൽ ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ സബോർഡിനേറ്റ് ലെവലിൽ നിന്ന് അധികാരം വീണ്ടും ഹയർ ലെവലിലേക്ക് എത്തുന്നു. നിങ്ങൾ സെൻട്രിപെറ്റൽ, സെൻട്രിഫ്യൂഗൽ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? എക്സാക്ട്ലി ദാറ്റ് ഇസ് വാട്ട് ഇസ് ദ ഐഡിയ ഹിയർ. Okay, so it seeks to combine democracy with centralism. Okay, combine democracy with centralism. There is transfer of authority to the extent of complete surrender and concentration to the top levels from the popular levels. അപ്പൊ ഏറ്റവും താഴെ തട്ടിലുള്ള ഭരണ സംവിധാനമായിരിക്കും ഏറ്റവും ജനകീയമായ ഭരണ സംവിധാനം അല്ലെ. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം നിങ്ങൾക്ക് ഈസിലി ആക്സസിബിൾ ആകുന്ന, ജനങ്ങൾക്ക് ഈസിലി ആക്സസിബിൾ ആകുന്ന സംവിധാനം എന്ന് പറയുന്നത് ഏറ്റവും താഴെ തട്ടിലുള്ള സംവിധാനമായിരിക്കും. ഈ താഴെ തട്ടിലുള്ള സംവിധാനത്തിലുള്ള അധികാരങ്ങളെല്ലാം മേൽത്തട്ടിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ സറണ്ടർ ചെയ്യപ്പെടുന്നു, വാട്ട് എവർ ഇറ്റ് ഈസ്, സറണ്ടർ ചെയ്യപ്പെടുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ആൻഡ് ഡെമോക്രാറ്റിക് സെൻട്രലിസം. ഇറ്റ് ഇസ് എക്സ്ട്രീംലി, എക്സാക്ട്ലി ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. സോ ഇവിടെ വരെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. ഐ ഹോപ്പ് it is once again, it's clear for you now. സോ ഈ 4 ടേംസ് നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. അതിനുശേഷം നമ്മൾ ഈ ഭാഗമാണ് പറഞ്ഞു തുടങ്ങിയത്. ദാറ്റ് ഇസ് ഇവല്യൂഷൻ ഓഫ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. എങ്ങനെയാണ് ജനാധിപത്യ വികേന്ദ്രീകരണം എന്ന് പറയുന്ന ആശയത്തിന്റെ പരിണാമം ലോകത്ത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ലോകത്ത് നിന്ന് ഈ ആശയം എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അഫ്കോഴ്സ് നമുക്കറിയാം, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം നിങ്ങൾ ലോക രാജ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ജനാധിപത്യ വിപ്ലവം നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഒരുപാട് രാജ്യങ്ങൾ ഡെമോക്രസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. വലിയ റെവല്യൂഷന്റെ ഭാഗമായി ബ്രിട്ടീഷ് കൊളോണിയൽ കേപ്പബിലിറ്റി പതുക്കെ ഡിസ്റ്റർബ് ചെയ്യപ്പെടുന്നു. അങ്ങനെ രാജ്യങ്ങൾ പതുക്കെ ജനാധിപത്യ സംവിധാനമായി അവരുടെ ഓട്ടോണമി പ്രഖ്യാപിക്കുന്നു. നമുക്കറിയാം പല എംപയേഴ്സും കൊളാപ്സ് ചെയ്യുന്നു. USSR ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ പറ്റിയൊക്കെ നമുക്കറിയാവുന്നതാണ് അല്ലെ. സോവിയറ്റ് യൂണിയൻ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. സോ അങ്ങനെ
രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രാജ്യങ്ങൾ ജനാധിപത്യമായി മാറുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ രാജ്യങ്ങൾ, നേഷൻ സ്റ്റേറ്റ്സ്, ഇവര് വളർച്ചയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഗ്രോത്ത് ആണ്. ഇന്റൻഷൻ വാസ് ട്രൂലി ഗ്രോത്ത്, ദർ വാസ് നോ ഡൗട്ട്. വളർച്ചയാണ്. വളർച്ച എന്ന് പറയുമ്പോൾ വളർച്ചാ നിരക്ക് എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു രാജ്യം വളരുന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ രാജ്യത്തെ സമസ്ത ജനവിഭാഗങ്ങളും വളരുന്നു എന്നായിരിക്കില്ല അതിന്റെ അർത്ഥം. Isn't it? ഒരു രാജ്യം വളരുന്നു എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ സമസ്ത ജനവിഭാഗങ്ങളും, ഏറ്റവും ദരിദ്രര് വളരുന്നു എന്നായിരിക്കില്ല അർത്ഥം. ചിലപ്പോ പണമുള്ളവർക്ക് കൂടുതൽ പണം സമ്പാദിക്കുന്ന സംവിധാനം ആ രാജ്യത്തുണ്ടെങ്കിൽ ആ രാജ്യം വളരാം, രാജ്യത്തിന്റെ GDP-യിൽ വളർച്ചയുണ്ടാകാം. Isn't it? അല്ലെങ്കിൽ റിച്ച് ആയിരിക്കുന്നവർ കൂടുതൽ റിച്ചസ്റ്റ് ആകുന്നു എന്ന് കണ്ടാലും രാജ്യത്തിന്റെ വളർച്ചാ നിരക്കിൽ വർധനവുണ്ടാകാം. So that was actually happening. The nations adopted growth-centered model for development. Absolutely no doubt. രാജ്യങ്ങളെല്ലാം തന്നെ വളർച്ചയിൽ ഊന്നിയ വികസനത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. പക്ഷേ പ്രശ്നം എന്തായിരുന്നു? That was leading only to economic growth and the growth in the gross domestic product. മൊത്ത ആഭ്യന്തര ഉൽപാദന നിരക്ക് പരിശോധിക്കുമ്പോൾ യെസ്, there was growth. പക്ഷേ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് അത് എത്തിയോ എന്ന ചോദ്യത്തിനാണ് ഇല്ല എന്നുള്ളത് ഉത്തരമായി നൽകുന്നത്. സോ വാട്ട് ഇസ് ദ പ്രോബ്ലം? ഈ വളർച്ച ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളൊക്കെ മാറിയില്ലേ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം. നോ, ദർ ഇസ് പ്രോബ്ലം. വാട്ട് വർ ദ പ്രോബ്ലം? ദാറ്റ് വാസ് ഇക്കണോമിക് ഇൻഇക്വാലിറ്റി. പ്രോബ്ലം നമ്പർ 1 വാസ് ഇക്കണോമിക് ഇൻഇക്വാലിറ്റി. വാട്ട് ഡസ് ദാറ്റ് മീൻ? ഇക്കണോമിക് ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ അസമത്വം, അല്ലെ? ഒരാള് ഒരു ദിവസം 25 രൂപയ്ക്ക് അല്ലെങ്കിൽ 50 രൂപയ്ക്ക് പണിയെടുക്കുമ്പോൾ മറ്റൊരാൾക്ക് ഒരു ദിവസം പണിയെടുത്താൽ 1000-2000 രൂപ കിട്ടുന്നുവെങ്കിൽ ദാറ്റ് ഇസ് ഇക്കണോമിക് ഇൻഇക്വാലിറ്റി, ഇസ്ന്റ് ഇറ്റ്? അല്ലെങ്കിൽ ഒരു ആള് നമ്മളുടെ സമൂഹത്തിൽ തന്നെ നമ്മളെപ്പോലെ തന്നെയുള്ള ഒരു മനുഷ്യൻ ഒരു ബംഗ്ലാവിൽ താമസിക്കുന്നു, മറ്റൊരാള് അടച്ചുറപ്പില്ലാത്ത ഒരു കെട്ടിടത്തിൽ താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കുടിലിൽ താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഓൾസോ ഇൻഇക്വാലിറ്റി. So this is injustice. നമ്മളുടെ പ്രിയാമ്പിൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ്? Justice, that is social, economic and political. Where is economic justice now? Economic justice ഉണ്ടോ? ഇല്ല. Economic inequality was one reason. And of course that will lead to poverty. And regional disparities. അതായത് ഓരോ സാമ്പത്തിക അസമത്വം ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപക്ഷെ ഐ ഹോപ്പ് നിങ്ങൾ പൊളിറ്റി പഠിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പൊളിറ്റി പഠിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപക്ഷെ നിങ്ങൾ എത്ര പേര് ഓർക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. റീജിയണൽ ബേസിസിൽ ഗവൺമെന്റ് ജോബിൽ റിസർവേഷൻ നൽകാം എന്നൊരു വ്യവസ്ഥയെ പറ്റി നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ആർട്ടിക്കിൾ 16 സബ് ക്ലോസിന്റെ ഭാഗമായി. ആൻഡ് അതിന്റെ ഭാഗമായി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ചില മേഖലകൾ, സൗരാഷ്ട്ര പോലുള്ള ചില മേഖലകൾ, ഈ സൗരാഷ്ട്ര പോലുള്ള ചില മേഖലകൾ അല്ലെങ്കിൽ വിദർഭ പോലുള്ള ചില മേഖലകൾ, ഈ മേഖലകളിലെ ജനവിഭാഗങ്ങളുടെ തൊഴില് എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. അപ്പോൾ ഇവര് നമ്മളുടെ ഗവൺമെന്റ് സംവിധാനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി പ്രത്യേകമായി ഒരു സംവരണം ആ വിഭാഗത്തെ ജനങ്ങൾക്ക് റെസിഡൻസിന്റെ ബേസിൽ നൽകുക എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമല്ല എന്ന് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ദർ വേർ റീജിയണൽ ഡിസ്പാരിറ്റീസ് ഓൾസോ. അതായത് പ്രാദേശികമായി പോലും ഡിസ്പാരിറ്റീസ് ഉണ്ടായിരുന്നു. ഒരു പ്രദേശത്ത് താമസിക്കുന്നവർ പാവപ്പെട്ടവരെന്നും മറ്റൊരു പ്രദേശത്തുള്ളവർ പണക്കാരെന്നുമുള്ള റീജിയണൽ ഡിസ്പാരിറ്റീസും ഉണ്ടായിരുന്നു. അപ്പൊ മൊത്തത്തിൽ വളർച്ചയുണ്ട് എങ്കിൽ പോലും ദാറ്റ് വാസ് നോട്ട് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, ദാറ്റ് വാസ് നോട്ട് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്. ദ നേഷൻ വാസ് ഗ്രോയിങ് ബട്ട് ഇറ്റ് വാസ് നോട്ട് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്. സോ ദിസ് വാസ് എ പ്രോബ്ലം. അങ്ങനെ പരിശോധിക്കുകയാണ് എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചോദ്യം ചെയ്യപ്പെടുമ്പോഴാണ് നമ്മൾക്ക് പാർട്ടിസിപ്പേറ്റീവ് ഡെമോക്രസിയുടെ അഭാവം വ്യക്തമായി കാണാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് ഇന്നലെ പറഞ്ഞതുപോലെ പാർലമെന്റ് ഒരു നിയമം നിർമ്മിക്കുമ്പോൾ പാർലമെന്റിന് വയനാട് ജില്ലയെ മാത്രം പരിഗണിച്ചൊരു നിയമം നിർമ്മിക്കാൻ സാധിക്കില്ല. സംസ്ഥാന ഗവൺമെന്റ് ഒരു നിയമം നിർമ്മിക്കുമ്പോൾ വയനാട് ജില്ലയിലെ ഏതെങ്കിലും വിദൂരമായ ഒരു ട്രൈബൽ ഹാംലെറ്റിനെ മാത്രം പരിഗണിച്ച് നിയമം നിർമ്മിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. കാരണം പാർലമെന്റ് ആണെങ്കിലും സംസ്ഥാന നിയമസഭയാണെങ്കിലും പെർഫോം ചെയ്യുന്ന കർത്തവ്യങ്ങൾക്കൊരു കണക്കില്ല. അതായത്
നമ്മളുടെ പാർലമെന്റ് 24 മണിക്കൂറും ജോലി ചെയ്താലും തീരാത്തത്ര ഹെവി വർക്ക് ലോഡ് അവരുടെ മുകളിലുണ്ട്. സോ ദാറ്റ് ഇസ് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ ബിക്കോസ് ഓഫ് ഹൈലി ട്രെമൻഡസ് പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ. സോ the problem was, to be very frank, it was centralized planning. കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് ഒരാള് രാജ്യത്തിന് വേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളെ പറ്റിയും പ്ലാൻ ചെയ്യുകയാണ്. അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട്, ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് ഒരു വിഭാഗം രാജ്യത്തിന് വേണ്ടുന്ന മുഴുവൻ പദ്ധതികളെ പറ്റിയും ചിന്തിക്കുകയാണ്, അവ നടപ്പിലാക്കാനുള്ള ഉത്തരവ് നൽകുന്നു. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് ഒരു സംസ്ഥാനത്തിന് വേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും ഒരു ജനവിഭാഗം, അതായത് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ തീരുമാനിക്കുകയാണ്, ഈ വിഭാഗത്തിന് അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിന് ഇത് മാത്രം മതി. So this came into question, and finally the solution identified was decentralization. So this is how you can understand the evolution basically. അപ്പൊ അങ്ങനെയാണ് ജനാധിപത്യ വികേന്ദ്രീകരണം എന്ന സൊല്യൂഷനിലേക്ക് ലോകം എത്തുന്നത്. ഞാൻ ഈ ആശയം പറയാനുള്ള കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. അഗെയിൻ ഒരു എക്കണോമിക് പേഴ്സ്പെക്റ്റീവ് കൂടിയുണ്ട്, ബട്ട് സ്റ്റിൽ നമ്മൾക്ക് അത് ഒഴിവാക്കാൻ സാധിക്കില്ല. നിങ്ങൾ എക്കണോമിക്സിന്റെ ഭാഗമായ ചില മേഖലകൾ പഠിക്കുമ്പോൾ യു വിൽ കം ടു നോ അബൌട്ട് സം പൊളിറ്റിക്കൽ പേഴ്സ്പെക്റ്റീവ്സ് ഓൾസോ. സോ ദേ ആർ ഇന്റർ റിലേറ്റഡ്. നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റുകൾക്കെല്ലാം പരസ്പരം ഒരു ബന്ധം ഉണ്ടായിരിക്കും. എവറിഥിങ് ഹാസ് ഗോട്ട് എ റിലേഷൻ. ഈവൻ ഹിസ്റ്ററി, ജോഗ്രഫി ഈസ് കണക്റ്റഡ് ടു പൊളിറ്റി, എക്കണോമിക്സ്, ഡെഫിനറ്റ്ലി ദർ വിൽ ബി റിലേഷൻ. സോ ന്യൂ പേഴ്സ്പെക്റ്റീവ് ഓഫ് ഡെവലപ്മെന്റ്, ന്യൂ പേഴ്സ്പെക്റ്റീവ്, വികസനത്തിന്റെ പുതിയ കാഴ്ചപ്പാട്. എന്തായിരുന്നു പുതിയ കാഴ്ചപ്പാട്? Along with economic growth, സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം തന്നെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, ഡെവലപ്മെന്റ് ഓഫ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ഇൻഡിവിജ്വൽസ്, ഫാമിലീസ് ആൻഡ് കമ്മ്യൂണിറ്റി ഷുഡ് ഓൾസോ ബി എൻഷുർഡ്. ഫൈൻ. സോ പുതിയ വികസനത്തിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ചയോടൊപ്പം തന്നെ വികസനം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ, ഒരു വ്യക്തിയുടെ, ഒരു കമ്മ്യൂണിറ്റിയുടെ വളർച്ച കൂടി ആയിരിക്കണം. അത് എല്ലാ വിഭാഗത്തിനും ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക കൂടി വേണം. എന്ന് പറഞ്ഞാൽ വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് വി വിൽ ഹാവ് ടു മേക്ക് ഡെമോക്രസി അവൈലബിൾ അറ്റ് ദ ഗ്രാസ് റൂട്ട്സ് ഓർ ഡെമോക്രസി അറ്റ് ഡോർ സ്റ്റെപ്സ്. വാതിൽപ്പടിയിൽ ജനാധിപത്യം എത്തിക്കുക എന്നുള്ളതാണ് ഈ ആശയത്തിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ യു മേ ബി ആസ്ക്ഡ് വിത്ത് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. എന്താണ് പ്രിൻസിപ്പിൾ, എന്താണ് തത്വം എന്ന് ചോദിച്ചാൽ യു മേ ഹാവ് ഒരു യൂണിഫോം ആയിട്ടുള്ള, ഒരു കോമൺ ആയിട്ടുള്ള തത്വം എന്താണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ സെന്റൻസിൽ നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ദിസ് ഇസ് ദ ഐഡിയ that you make available democracy at the grassroots or make available democracy at the doorsteps. വാതിൽപ്പടിയിൽ ജനാധിപത്യം എത്തിക്കുക എന്നുള്ളതാണ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു ആശയത്തെ പിന്തുണയ്ക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഓഫ്കോഴ്സ് നമ്മൾ പ്രിയാമ്പിളിനെ പറ്റി പറഞ്ഞു, അതിൽ സോഷ്യൽ ഇക്കണോമിക് ജസ്റ്റിസിനെ പറ്റി നമ്മൾ പറഞ്ഞു. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ യു ഹാവ് എ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെ. ഭാഗം 4ന്റെ ഭാഗമായി യു ഹാവ് എ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി വിച്ച് ഇസ് എ ഗാന്ധിയൻ പ്രിൻസിപ്പിൾ അല്ലെ. വി വിൽ ടോക്ക് അബൌട്ട് ദാറ്റ്. ദർ ഇസ് എ ഗാന്ധിയൻ പ്രിൻസിപ്പിൾ. സോ വാട്ട് വാസ് in fact a famous person said about democratic decentralization? My notion of democracy is that under it the weakest shall have the same opportunities as the strongest. Preamble പറയുന്നത് എന്താണ്? Equality of status and opportunity. അവസര സമത്വം. Isn't it? അവസര സമത്വവും സ്ഥിതി സമത്വവുമാണ് നമ്മളുടെ ഇക്വാലിറ്റി അല്ലെ. സ്ഥിതി സമത്വം മാത്രമല്ല, സോഷ്യലിസം എന്ന് പറഞ്ഞാൽ സ്ഥിതി സമത്വം മാത്രമല്ല, അവസര സമത്വം കൂടിയാണ്. മൈ നോഷൻ ഓഫ് ഡെമോക്രസി ഈസ് ദാറ്റ് under it the weakest shall have the same opportunities as the strongest. No country in the world today shows any but patronizing regard for the weak. Western democracy as it functions today is diluted fascism. Western socialism ആണോ നമ്മൾക്ക് വേണ്ടത്? അല്ല. True democracy cannot be worked by 20 men sitting at the center. It has to be worked from below by the people of every village. 10-20 പേര് സെന്ററിൽ ഇരുന്നു കൊണ്ട് ജനാധിപത്യത്തെ പറ്റി സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ആശയമല്ല നമ്മൾക്ക് വേണ്ടത്.
ഈ ഓരോ ജനവിഭാഗവും അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യ വികേന്ദ്രീകരണത്തെ പറ്റിയാണ് എൻ്റെ ജനാധിപത്യത്തിന്റെ ആശയം എന്ന് സാധാരണക്കാരനായ ഒരു മനുഷ്യൻ പറഞ്ഞു. അദ്ദേഹമാണ് മഹാത്മാ ഗാന്ധി. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളാണിവ. സോ ഇൻഫാക്ട് യു മൈറ്റ് ഹവ് ഹേർഡ് അബൌട്ട് ഗാന്ധി സേയിങ്, അല്ലെ, ഒരു രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ഗ്രാമങ്ങളിൽ ആണ് ഞാൻ കാണുന്നത് എന്ന് ഗാന്ധി പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. യെസ്, എക്സാക്ട്ലി ദാറ്റ് ഇസ് വാട്ട് ഹി വാസ് മീനിങ് അബൌട്ട്. ഓക്കെ, ഫൈൻ. സോ ദാറ്റ് ഇസ് ദ കോർ ഓഫ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷന്റെ കോർ എന്ന് പറയുന്നത് അതാണ്. ആൻഡ് ഹൗ ഇറ്റ് ഹാസ് ഗോട്ട് റിഫ്ലക്റ്റഡ് ഇൻ ആർട്ടിക്കിൾ നമ്പർ 40 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മളുടെ ഭരണഘടനയില് പാർട്ട് 3-ൽ part 4-ൽ you have the directive principle of state policy, അല്ലെ, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നൊരു മേഖലയുണ്ട്, മാർഗനിർദ്ദേശക തത്വങ്ങൾ. So you will have a doubt that, sir, why do we need a directive principle of state policy if we have a fundamental right? മൗലികാവകാശം ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ, or if you do not know exactly what is the difference between fundamental right and DPSP. മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അവകാശങ്ങളാണ്, അല്ലെ, സ്റ്റേറ്റിനെതിരെ ജനങ്ങൾക്ക് വിനിയോഗിക്കാൻ സാധിക്കുന്ന അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. പക്ഷെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന് നൽകുന്ന ചില നിർദ്ദേശങ്ങളാണ്, അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റിന് നൽകുന്ന ചില ഇൻസ്ട്രക്ഷൻ ആണ്, അഡ്വൈസ് ആണ്. നൽകുന്നത് ആരാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റിന് എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾക്കല്ല. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്. ഈ ബാച്ചിൽ പുതുതായിട്ടുള്ളവർക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ആർട്ടിക്കിൾ 12-ൽ പരാമർശിച്ചിരിക്കുന്ന സ്റ്റേറ്റിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ജിയോഗ്രഫിക്കൽ സ്റ്റേറ്റ് അല്ല, കേരളം, തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനങ്ങളെ പറ്റി അല്ല നമ്മൾ പറയുന്നത്. ആർട്ടിക്കിൾ 12-ൽ the definition of state is provided, that is the executive and legislature at union. കേന്ദ്ര തലത്തിലെ കാര്യനിർവഹണ വിഭാഗം, നിയമനിർമ്മാണ വിഭാഗം, സംസ്ഥാന തലത്തിലെ സ്റ്റേറ്റ് തലത്തിലെ എക്സിക്യൂട്ടീവ് ആസ് വെൽ ആസ് ലെജിസ്ലേച്ചർ, അതായത് സംസ്ഥാന മുഖ്യമന്ത്രി, അതുപോലെ സംസ്ഥാന തലത്തിലെ മന്ത്രിമാര്, സംസ്ഥാന തലത്തിലെ ഉദ്യോഗസ്ഥര്, ഈവൻ പോലീസ്, ആർമി എന്നൊക്കെ പറയുന്നത് എല്ലാം എന്താണ്? സ്റ്റേറ്റിന്റെ ഭാഗമാണ് ഇവിടെ. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ലോക്കൽ സെൽഫ് ബോഡീസ്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഉപദേശം നൽകുന്നുണ്ട്. ആര് നൽകുന്നു? കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നു. സോ ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം ചേരുന്നതാണ് എന്ത്? സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇത് മാത്രമാണോ? അല്ല, ഇതിനപ്പുറത്തേക്കുമുണ്ട് സ്റ്റേറ്റ്. എംബസി സ്റ്റേറ്റിന്റെ ഭാഗമാണ്, അല്ലെ. അപ്പൊ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിന് കീഴിൽ വരുന്ന മറ്റ് സംവിധാനങ്ങളൊക്കെ എന്തായിരിക്കും? സ്റ്റേറ്റ് ആയിരിക്കും. ഈ സ്റ്റേറ്റിനെതിരായാണ് എന്തുപയോഗിക്കാൻ സാധിക്കുക? മൗലികാവകാശങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുക. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന അഡ്വൈസസ് ആണ്. ഫൈൻ. സോ ഇറ്റ് ഈസ് ആക്ച്വലി ദ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണിത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടി നമ്മളുടെ ഡ്യൂട്ടിയാണ്, അല്ലെ, സിറ്റിസൺസിന്റെ ഡ്യൂട്ടിയാണ്. ബട്ട് ദിസ് ഇസ് ഡ്യൂട്ടി ഓഫ് സ്റ്റേറ്റ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് സ്റ്റേറ്റിനുള്ള ഡ്യൂട്ടി എന്താണ് എന്ന് കൃത്യമായി പരാമർശിച്ചിരുന്നു. പക്ഷെ ജനങ്ങൾക്ക്, പൗരന്മാർക്കുള്ള ഡ്യൂട്ടി എന്താണ് എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ പരാമർശിച്ചിട്ടില്ലായിരുന്നു. സ്റ്റേറ്റിന്റെ ഡ്യൂട്ടി എന്താണ് എന്നുള്ളത് കൃത്യമായി പരാമർശിച്ചിരുന്നു. ആ ഡ്യൂട്ടിയാണ് എന്ത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. പക്ഷെ ഈ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഈ ഗവൺമെന്റ് ഈ DPSP ഒന്നും നടപ്പിലാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ അതൊരിക്കലും കോടതിയിലൂടെ എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കില്ല, കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ സാധിക്കില്ല. പക്ഷെ നിങ്ങൾ ജനങ്ങളുടെ കയ്യിൽ ഒരു അധികാരമുണ്ട്. 5 വർഷം കഴിയുമ്പോൾ വോട്ട് ചെയ്ത് ഇത് പാലിക്കാത്ത ഗവൺമെന്റിനെ പുറത്താക്കാൻ സാധിക്കും. സോ ഇറ്റ് മേ ബി എൻഫോഴ്സിബിൾ ത്രൂ ഇലക്ഷൻസ്. ഇലക്ഷൻസിലൂടെ എൻഫോഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ പാർലമെന്റോ സംസ്ഥാന നിയമസഭയോ അത് എൻഫോഴ്സ് ചെയ്യാൻ ഒരു നിയമം നിർമ്മിച്ചാലും എൻഫോഴ്സ് ചെയ്യാം. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ അത് കോടതിയിൽ സ്ഥാപിച്ചെടുക്കുവാൻ സാധിക്കില്ലായിരുന്നു. സോ ഇറ്റ് ഈസ് ജസ്റ്റ് ബേസിക്കലി ദ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ്. അപ്പൊ അങ്ങനെ സ്റ്റേറ്റിന് നൽകിയിരിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് ആർട്ടിക്കിൾ 40-ൽ നിങ്ങൾ കാണുന്നത്. എന്താണ് ആർട്ടിക്കിൾ 40 പറഞ്ഞിട്ടുള്ളത്? ആർട്ടിക്കിൾ 40 കോൺസ്റ്റിറ്റ്യൂഷനിലാണ്, അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പറയുന്നത്, ഭരണഘടനയാണ് പറയുന്നത്. ഇതൊരു ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആണ്.
ഒരു ഗാന്ധിയൻ തത്വമാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഗാന്ധി എന്താണ് ആഗ്രഹിച്ചത് എന്നുള്ളതിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ആർട്ടിക്കിൾ 40 പറയുന്നത് എന്താണ്? ദ സ്റ്റേറ്റ് ഷാൽ ടേക്ക് സ്റ്റെപ്സ് to organize village panchayats and endow them with such powers and authority as may be necessary to enable them to function as units of self-government. What a meaningful phrase. See, ഏറ്റവും അർത്ഥവത്തായ മീനിങ്ഫുൾ ആയ വാക്കുകൾ മാത്രമേ ആർട്ടിക്കിൾ 40 ഭാഗമായി കൊടുത്തിട്ടുള്ളൂ. സ്റ്റേറ്റ് ഷാൽ ടേക്ക് സ്റ്റെപ്സ് ഫോർ വാട്ട്? ടു ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത്. നിങ്ങളുടെ SCRT പുസ്തകത്തിൽ അടക്കം എനിക്ക് തോന്നുന്നത് വില്ലേജ് പഞ്ചായത്തുകൾ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം എന്നാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ആൻഡ് ദാറ്റ് ഇസ് അൺഫോർച്ചുനേറ്റ്ലി റോങ്. അത് തെറ്റാണ്. പക്ഷെ നിങ്ങളുടെ പുസ്തകത്തിൽ അങ്ങനെ കൊടുത്തത് കൊണ്ട് PSC നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കുകയാണ് ആർട്ടിക്കിൾ 40 പ്രൊവൈഡ്സ് ഫോർ എന്ന് പറഞ്ഞിട്ട് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വില്ലേജ് പഞ്ചായത്ത് എന്ന് പറഞ്ഞാലും നിങ്ങൾ അത് തന്നെ എഴുതിക്കൊള്ളുക. ബട്ട് ദ ആക്ച്വൽ മീനിങ്, യഥാർത്ഥത്തിൽ ആർട്ടിക്കിൾ 40 പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്താണ്. അതായത് ഈ തദ്ദേശ സ്വയംഭരണ അല്ലെങ്കിൽ തദ്ദേശ ഭരണ സംവിധാനങ്ങളെല്ലാം തന്നെ പണ്ട് കാലം മുതലേ നമ്മളുടെ രാജ്യത്തുണ്ടായിരുന്നു. നമ്മളുടെ രാജ്യത്ത് മാത്രമല്ല, നമ്മൾ എവിടെ നോക്കിയാലും ഈ പഞ്ചായത്ത് എന്ന് പറയുന്ന സംവിധാനങ്ങൾ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. നിങ്ങൾ പ്രാചീന ചരിത്രം പഠിക്കുമ്പോഴും നിങ്ങൾ ഡെഫിനറ്റ്ലി സഭാ, സമിതി, ഗ്രാമിണി, ഗ്രാമിക് എന്നൊക്കെ പറയുന്ന ആശയങ്ങളെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദെർ വാസ് സം കൈൻഡ് ഓഫ് ലോക്കൽ ഗവൺമെന്റ്. ഒരു പ്രാദേശിക ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രാദേശിക സംവിധാനം വെറുതെ രൂപീകരിച്ചിട്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ രൂപീകരണമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. രൂപീകരണത്തിനപ്പുറത്തേക്ക് നിങ്ങൾ ആ പ്രാദേശിക ഭരണ സംവിധാനത്തെ ശാക്തീകരിക്കുക. എംപവർ ദ വില്ലേജ് പഞ്ചായത്ത്. ദിസ് ഇസ് വാട്ട് ഇസ് ഓർഗനൈസേഷൻ. ശാക്തീകരിക്കാനാണ് ആവശ്യപ്പെടുന്നത്. വെറുതെ രൂപീകരിച്ച് വെച്ചാൽ മാത്രം കാര്യമില്ല, ശാക്തീകരിക്കണം. എങ്ങനെ ശാക്തീകരിക്കണം? പ്രൊവൈഡ് ദം വിത്ത് പവേഴ്സ് ആൻഡ് അതോറിറ്റി. അവർക്ക് അധികാരങ്ങൾ നൽകണം. എന്തിനുള്ള അധികാരങ്ങൾ നൽകണം? as may be necessary to enable them to function as unit of self-government. സ്വയം ഭരണ സംവിധാനങ്ങളായി പ്രവർത്തിക്കുന്നതിനുള്ള അധികാരങ്ങൾ വില്ലേജ് പഞ്ചായത്തിന് നൽകണം. അതായത് മറ്റുള്ളവരുടെ പ്ലഷറിന്റെ അടിസ്ഥാനത്തിലായിരിക്കരുത് ഇനി മുതൽ പ്രാദേശിക ഭരണ സംവിധാനങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ഈ പ്രാദേശിക ഭരണ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതിന് അതിനപ്പുറത്തേക്ക് ഒരു അധികാരം നമ്മളുടെ ഭരണഘടന പ്രദാനം ചെയ്യുന്നു. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് ആർട്ടിക്കിൾ നമ്പർ 40 പ്രൊവൈഡ്സ് ഫോർ, ആൻഡ് ദാറ്റ് ഇസ് ദ റീസൺ ഫോർ ദ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. 73ാമത് ഭരണഘടനാ ഭേദഗതിയുടെ ഒരു കാരണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 40 ആണ്. യു മേ സേ ദാറ്റ് ആർട്ടിക്കിൾ 40 വാസ് ഫുൾഫിൽഡ്. The dream of constitutional forefathers in relation to Article 40 was fulfilled only by enacting the 73rd Constitutional Amendment Act. അപ്പോൾ 73ാമത് ഭരണഘടനാ ഭേദഗതിയും 74ാമത് ഭരണഘടനാ ഭേദഗതിയും, ടു ബി ഇൻ സ്പെസിഫിക്, 73ാമത് ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുന്നതിലൂടെയാണ് ഭരണഘടനാ നിർമ്മാതാക്കളുടെ അല്ലെങ്കിൽ ഭരണഘടനയുടെ അനുച്ഛേദം 40 പൂർണ്ണമായും സാക്ഷാത്കരിക്കപ്പെടുന്നത് എന്നുള്ള ആശയം കൂടി മനസ്സിലാക്കുക. അപ്പൊ എങ്ങനെയാണ് യൂണിറ്റ് ഓഫ് സെൽഫ് ഗവൺമെന്റ് ആയി വില്ലേജ് പഞ്ചായത്തുകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ബട്ട് യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഇസ് വേർ ദ സോഴ്സ് കംസ് ഫ്രം. നിങ്ങൾ സെക്രട്ടറി ആകാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണഘടനാ പദവികൾ, അത് അല്ലെങ്കിൽ ഭരണഘടനാ അംഗീകാരം ലഭിക്കുന്നതിന്റെ സോഴ്സ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ, in the Constitution of India, it comes from a directive principle of state policy, that is article number 40 of the Constitution. This is very, very important. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പുതുതായിട്ട് വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ you please understand that it is not just the establishment, it is empowerment of the village panchayat. Fine. Now, what was the problem? എന്തായിരുന്നു പ്രശ്നം? പ്രശ്നം നിങ്ങൾ നോക്കി, ഇവിടെ നിങ്ങൾക്ക് you will see schedule number 7 of the Indian Constitution. Okay, Indian Constitution ന്റെ schedule 7 ന്റെ ഒരു ചെറിയ സ്ക്രീൻഷോട്ട് ആണ് ഞാൻ സ്ക്രീനിൽ വെച്ചിരിക്കുന്നത്.
And what does schedule number 7 speaks for? ഏഴാം പട്ടിക എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷനിലെ ഷെഡ്യൂൾ നമ്പർ 7. ഷെഡ്യൂൾ നമ്പർ 7. യെസ്, ലിസ്റ്റുകൾ എന്ന് പറയുന്നതിനേക്കാൾ വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ എങ്ങനെ പറയണം? ഷെഡ്യൂൾ നമ്പർ 7 പ്രൊവൈഡ്സ് ഫോർ ദ ഡിവിഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവർ. The division of legislative power. നിയമനിർമ്മാണ അധികാരങ്ങൾ എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഷെഡ്യൂൾ നമ്പർ 7-ൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ ലിസ്റ്റ് 1 എന്താണ്? 3 ലിസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ലിസ്റ്റ് 1 എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റ് ആണ്. ലിസ്റ്റ് 2-ന്റെ സ്ക്രീൻഷോട്ട് ആണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ലിസ്റ്റ് 2-ന്റെ സ്ക്രീൻഷോട്ട് ആണ് നിങ്ങൾ കാണുന്നത്. ലിസ്റ്റ് 2-ൽ ഫിഫ്ത്ത് എൻട്രി നിങ്ങൾ നോക്കുക, എൻട്രി നമ്പർ 5. സോ ദിസ് ക്യാൻ ഓൾസോ ബി എ ക്വസ്റ്റ്യൻ. ഷെഡ്യൂൾ 2-ലെ എത്രാമത്തെ എൻട്രി ആണ് ലോക്കൽ ഗവൺമെന്റ് എന്ന് ചോദിച്ചാൽ വാട്ട് ഇസ് ദ ആൻസർ? ദ ആൻസർ ഈസ് എൻട്രി നമ്പർ 5. ഓക്കെ, എൻട്രി നമ്പർ 5 ആണ് ലോക്കൽ ഗവൺമെന്റിനെ പറ്റി പരാമർശിക്കുന്നത് കേട്ടോ. സ്റ്റേറ്റ് ലിസ്റ്റിൽ എത്രാമത്തെ എൻട്രി ആണ് ലോക്കൽ ഗവൺമെന്റിനെ പറ്റി പരാമർശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എൻട്രി എന്ന് പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. എത്രാമത്തെ എൻട്രി ആണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ പറ്റി പരാമർശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇറ്റ് വാസ് എൻട്രി നമ്പർ 5. സോ എൻട്രി നമ്പർ 5-ലാണ് പറയുന്നത് ലോക്കൽ ഗവൺമെന്റ്, ദാറ്റ് ഇസ് ടു സേ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പവേഴ്സ് ഓഫ് മുനിസിപ്പൽ കോർപ്പറേഷൻ, ട്രസ്റ്റ്, ഡിസ്ട്രിക്ട് ബോർഡ്സ്, മൈനിങ് സെറ്റിൽമെന്റ് authorities and other local authorities for the purpose of local self-government or village administration. Who has the power? The power lies with the state government. ഇതായിരുന്നു പ്രശ്നം. അതായത് നമ്മളുടെ മുഖ്യമന്ത്രിയുടെയും അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരത്തിന് കീഴിലാണ് ഈ ലോക്കൽ ഗവൺമെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വരുന്നത്. അപ്പൊ ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാര പരിധിയിലുള്ള കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രൂപീകരിച്ചു എന്നുള്ളത് കൊണ്ട് അവർക്ക് കൈമാറാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകുമോ? ഇല്ല. അപ്പൊ രൂപീകരിച്ചിട്ട് മാത്രം കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആർട്ടിക്കിൾ 40 എന്ന് പറഞ്ഞാൽ രൂപീകരണം മാത്രമല്ല, എസ്റ്റാബ്ലിഷ്മെന്റ് മാത്രമല്ല എന്ന് ഞാൻ പറയാൻ കാരണം അതുകൊണ്ടാണ്. വെറുതെ രൂപീകരിച്ച് വെച്ചിട്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. അധികാരം കൊടുക്കണം, അല്ലേ? അധികാരം കൊടുക്കണമെന്ന് നമ്മളുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നില്ല. കാരണം സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാര പരിധിയിലാണ് അത് വരുന്നത്. അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന് വേണമെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? അധികാരം കൊടുത്താൽ മതി. വേണമെങ്കിൽ മാത്രം അത് രൂപീകരിച്ചാലും മതി. രൂപീകരിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലേ അധികാരം കൊടുക്കുന്നത്. അപ്പൊ ദിസ് വാസ് ദ പ്രോബ്ലം. ദ പ്രോബ്ലം വാസ് ദാറ്റ് ഇറ്റ് വാസ് പ്രൊവൈഡഡ് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ്. അപ്പൊ സംസ്ഥാന ലിസ്റ്റിലെ ഒരു എൻട്രി ആയിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ തദ്ദേശ ഗവൺമെന്റ് എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സംസ്ഥാന ലിസ്റ്റിലെ ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പൊ ഇതൊരു പ്രശ്നമായിരുന്നു. അതായത് സംസ്ഥാന ഗവൺമെന്റുകൾ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള ഗവൺമെന്റ് ഈ അധികാരം താഴെ തട്ടുകളിലേക്ക് കൊടുക്കാൻ തയ്യാറാകുമായിരുന്നില്ല എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിലെ പ്രശ്നം. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അറ്റംപ്റ്റ് പലപ്പോഴും നടന്നിട്ടുള്ളത്. ഓക്കെ, ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നത്? ഈ പ്രശ്നം പരിഹരിക്കുന്നത് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കോൺസ്റ്റിറ്റ്യൂഷണലൈസേഷനോട് കൂടിയാണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണലൈസേഷനോട് കൂടിയാണ്. സോ വാട്ട് ഇസ് എസെൻഷ്യലി ഹാപ്പനിങ്? സംസ്ഥാന ലിസ്റ്റിൽ തന്നെയാണ് ഇപ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. പക്ഷേ 73ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയും അതുപോലെ തന്നെ 74ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയും നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് എഴുതി വെച്ചിരിക്കുകയാണ്? ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ലിസ്റ്റിലായിരിക്കാം, പക്ഷെ നിങ്ങളുടെ ലിസ്റ്റിലാണെങ്കിൽ പോലും നിങ്ങൾ ചില കാര്യങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കണം. ആർ യു അണ്ടർസ്റ്റാൻഡിങ് ദ ഡിഫറൻസ്? എന്താണോ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്നത് അതിനെ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ തന്നെ ഒന്നുകൂടി തിരുത്തി വെക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ അധികാര പരിധിയിലാണ് സമ്മതിച്ചിരിക്കുന്നു, പക്ഷെ ചില കാര്യങ്ങൾ ഞങ്ങൾ പറയുകയാണ്. ആര് പറയാൻ പോവുകയാണ്? ഭരണഘടന പറയാൻ പോവുകയാണ്. ഭരണഘടന ഭേദഗതി ചെയ്തിരിക്കുകയാണല്ലേ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് ചില കാര്യങ്ങൾ നിങ്ങൾ കമ്പൽസറി ആയി ചെയ്തിരിക്കണം. നിങ്ങളുടെ മുഴുവൻ അധികാരവും ഞങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നില്ല, പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങൾ കമ്പൽസറി ആയി ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയാണ്? ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷന് വേണ്ടിയാണ്. സോ ദാറ്റ് ഇസ് വാട്ട് 73rd Constitutional Amendment Act of 1992 has done for the rural local self-government. 74th Constitutional Amendment Act of
again 1992 has done for urban local self-government. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ 73ാമത് ഭരണഘടനാ ഭേദഗതി ആണെങ്കിലും 74ാമത് ഭരണഘടനാ ഭേദഗതി ആണെങ്കിലും അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകുകയാണ്. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ലൈക്ക് ദിസ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു മാറ്റം വരുത്തുകയാണ്. എങ്ങനെയാണ് മാറ്റം വരുത്തുന്നത്? 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിലൂടെ ഒരു മാറ്റം വരുത്തുകയാണ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു തിരുത്തൽ കൊണ്ടുവരികയാണ്. ഈ തിരുത്തലിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഈ തിരുത്തൽ പറയുന്നത് ഇങ്ങനെയാണ്: ഓരോ സംസ്ഥാനത്തിനും, കേരളം എന്ന് പറയുന്ന സംസ്ഥാനം, തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനം, ഈ സംസ്ഥാനങ്ങൾക്ക് ഒരു നിയമം നിർമ്മിക്കാം, ഒരു ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ഒന്ന് ലെജിസ്ലേറ്റ് ചെയ്യാം. സംസ്ഥാന നിയമസഭയ്ക്കോ നിയമനിർമ്മാണ സംവിധാനത്തിനോ നിയമം നിർമ്മിക്കാം. പക്ഷെ ആ നിയമത്തിൽ ചില കമ്പൽസറി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം. ചില കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. സോ ദാറ്റ് ഇസ് പ്രൊവൈഡഡ് ഹിയർ. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഓൾ ദ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ by the acts of state legislature to build democracy at grassroots. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ പാർലമെന്റ് ആണ് 73ാമത് ഭരണഘടനാ ഭേദഗതി നടത്തിയത്, അതല്ലേ ലെജിസ്ലേഷൻ എന്ന് വിചാരിക്കരുത്. അർത്ഥം മനസ്സിലാക്കി മാത്രമേ ആൻസർ ചെയ്യാവൂ. കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയതിനു ശേഷം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടെ പഞ്ചായത്തി രാജ് ആക്ട്, മുനിസിപ്പാലിറ്റി ആക്ട്, മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട് എന്നിങ്ങനെ നിർമ്മിക്കാം. പക്ഷെ അങ്ങനെ നിർമ്മിക്കുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ, അതായത് ഓരോ സംസ്ഥാനങ്ങൾക്കും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും അല്ലെ. കേരളം പോലുള്ളൊരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ഹെൽത്ത്, ആരോഗ്യപരമായി മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് വേണമെങ്കിൽ ഒരു പരിധി വരെയുള്ള ആരോഗ്യപരമായ പ്രാദേശിക അധികാരങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാം. പക്ഷെ അതായിരിക്കില്ല ഉത്തർപ്രദേശിനെ സംബന്ധിച്ചുള്ള സ്ഥിതി അല്ലെ. സോ ദാറ്റ് ഡിപ്പെൻഡ്സ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കേപ്പബിലിറ്റി ആസ് വെൽ ആസ് ദ ഡെവലപ്മെന്റ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റേറ്റ്. അപ്പൊ അതുകൊണ്ടാണ് സ്റ്റേറ്റുകൾക്ക് അധികാരം കൊടുത്തിരിക്കുന്നത്. സ്റ്റേറ്റിന്റെ അധികാരം പൂർണ്ണമായും എടുത്തു മാറ്റാൻ സാധിക്കില്ല. ജസ്റ്റ് എ സെക്കൻഡ്. Sorry, fine. Yes. So that is the reason why the state legislature is given the power that you can frame the law, but there are certain things that needs to be compulsorily provided in that. Okay, fine. So this is what you will have to understand. First of all, നമ്മൾ പഠിക്കുന്നത് 73rd Constitutional Amendment Actനെ പറ്റി ആയിരിക്കും. അതിനു മുൻപ് നമ്മൾ ചില കമ്മിറ്റികളെ പറ്റി പഠിക്കും. ചില കമ്മിറ്റികളെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ എല്ലാ കമ്മിറ്റികളുടെയും റെക്കമെൻഡേഷൻ ഒറ്റയടിക്ക് പഠിക്കുന്നില്ല. അതിന്റെ കാരണം അത് വളരെ ബോറിംഗ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. ഈ കമ്മിറ്റികളുടെ റെക്കമെൻഡേഷൻ മുഴുവനും ഒറ്റ ഇരിപ്പിന് ഒറ്റ ക്ലാസ്സിൽ പറഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് നിങ്ങൾ എല്ലാവരും അത് സഹിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പലരും റെക്കോർഡിംഗ് കേൾക്കാമെന്ന് വരെ വിചാരിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ 1 or 2 കമ്മിറ്റി ഒരു സമയത്ത് ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പഞ്ചായത്തി രാജ്, ഐ മീൻ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിലെ പ്രൊവിഷൻസിലേക്ക് പോകുന്നു. സോ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് നമ്മൾ കമ്മിറ്റീസ് മുഴുവനും ഒറ്റയടിക്ക് ഡിസ്കസ് ചെയ്യുന്നില്ല. കമ്മിറ്റീസ് എല്ലാം തന്നെ നമ്മൾ അതിന്റെ റെക്കമെൻഡേഷൻസ് ക്ലാസ്സിൽ പറയും. പക്ഷെ ഇപ്പോ തന്നെ അതിന്റെ റെക്കമെൻഡേഷൻസ് മുഴുവൻ പറഞ്ഞു പോകുന്നില്ല. 1 or 2 കമ്മിറ്റി അറ്റ് എ ടൈം, സോ ദാറ്റ് നിങ്ങൾക്കും ഒരു ഗ്യാപ്പ് കിട്ടും. നിങ്ങൾ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ഒരു ദിവസം പഠിക്കാനുള്ള ശ്രമം നടത്തണം. എല്ലാ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനും ഒറ്റ ദിവസം പഠിക്കാമെന്ന് വിചാരിക്കരുത്. ഇറ്റ് വിൽ ബി ഇമ്പോസിബിൾ. കാരണം ദർ വിൽ ബി ഓവർലാപ്പിംഗ്. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാകും. നിങ്ങൾ പഠിച്ചിട്ടുള്ളവർക്ക് ഡെഫിനറ്റ്ലി അറിയാമായിരിക്കും ഏത് കമ്മിറ്റിയാണ് ആദ്യം പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഇന്റർഫിയറൻസിനെ പറ്റി അല്ലെങ്കിൽ അവരുടെ ഇൻവോൾവ്മെന്റിനെ പറ്റി റെക്കമെൻഡേഷൻ നൽകിയത്, ഏത് പാർട്ടിയാണ് ആദ്യം ഇലക്ഷൻസിനെ പറ്റി ഏത് കമ്മിറ്റിയാണ് ഇലക്ഷൻസിനെ പറ്റി പരാമർശിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ യു വിൽ ഹാവ് ദറ്റ് കൺഫ്യൂഷൻ. അശോക് മേത്ത കമ്മിറ്റിയാണോ, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണോ, LM സിംഗ്വി കമ്മിറ്റിയാണോ, ഗാഡ്ഗിൽ കമ്മിറ്റിയാണോ, തുംഗൻ കമ്മിറ്റിയാണോ? ദർ വിൽ ബി കൺഫ്യൂഷൻ. സോ ദാറ്റ് ഇസ് ദ റീസൺ വൈ വി വിൽ ഡിസ്കസ് സം ഓഫ് ദ കമ്മിറ്റീസ്. സോ ഈ 1992 മുൻപ്, അതായത് 1950 മുതൽ 1992 വരെയുള്ള ഈ കാലഘട്ടത്തിൽ യു വിൽ ഡെഫിനറ്റ്ലി സീ different committees appointed by the government. Say for example,
Balwant Rai Mehta Committee. We will learn about Balwant Rai Mehta Committee. We will learn about absolutely Ashok Mehta Committee. Ashok Mehta Committee. We will have to learn about L.M. Singhvi Committee. L.M. Singhvi Committee. Then Tungan Committee. Tungan Committee. Gadgil Committee. Okay, Gadgil Committee. So we will have to learn about all these committees. അപ്പൊ ഇത് ശരിക്കും ഇപ്പോഴാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ബട്ട് നമ്മൾ തൽക്കാലം ഒന്നോ രണ്ടോ കമ്മിറ്റീസിന്റെ റെക്കമെൻഡേഷനെ പറ്റി ഇപ്പോൾ പറഞ്ഞതിന് ശേഷം നമ്മൾ എങ്ങോട്ട് പോകുകയാണ്? 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ടിലെ പ്രൊവിഷൻസിലേക്ക് പോകുകയാണ്. സോ വി വിൽ സി വാട്ട് എക്സാക്ട്ലി ഈസ് ദ റെക്കമെൻഡേഷൻ പ്രൊവൈഡഡ് ബൈ ദ ഫസ്റ്റ് കമ്മിറ്റി, ദാറ്റ് ഇസ് ഏത് കമ്മിറ്റിയാണ് ആദ്യം? The first committee appointed in relation to the evolution of Panchayati Raj in India. Yes, absolutely. We are going to see what were the recommendations of Balwant Rai Mehta Committee. Fine. So, Noka. Yes. So, you can see on the screen, Balwant Rai Mehta was, ആരായിരുന്നു Balwant Rai Mehta? Do we have any idea? Balwant Rai Mehta ആരായിരുന്നു? What was his role? He was one of the members in the Constituent Assembly, as well as he was the second CM, Chief Minister of the state of Gujarat. ഗുജറാത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് കേട്ടോ Balwant Rai Mehta. Yes, ഗുജറാത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ്. And of course you know that he is the father of Panchayati Raj, or he is the architect of Panchayati Raj. Yes. So, അത് ഞാൻ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. Don't worry. So, what was this role of Balwant Rai Mehta Committee? So, it was appointed by the Government of India in the year of 1957. The chairman was Balwant Rai G. Mehta. Submitted in the same year the report in 1957 and recommended for democratic decentralization. ജനാധിപത്യ വികേന്ദ്രീകരണം എന്ന ആശയമാണ് റെക്കമെൻഡ് ചെയ്ത പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത്. സോ Balwant Rai Mehta കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യപ്പെടുന്നതിന്റെ ഉദ്ദേശം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ റിവ്യൂ ആണ്. ഓക്കെ, സോ അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, വിച്ച് യു വിൽ പ്രോബബ്ലി ലേൺ ആസ് പാർട്ട് ഓഫ് എക്കണോമിക്സ്. നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല. സ്ലൈഡ് ചേഞ്ച് ആയില്ലേ? Just a second. Okay. Okay ആണോ? ചേഞ്ച് ആവുന്നുണ്ടോ? Okay, fine. Yes. Fine. So that's it. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം മാത്രമാണ് സ്ക്രീനിലുള്ളത്. 1957 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റഡ് ടു റിവ്യൂ ദ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. The chairman was Balwant Rai G. Mehta. Submitted the report in the same year of 1957, recommended for democratic decentralization. Now, what was their predominant recommendations? എന്തെല്ലാമാണ് പ്രധാനപ്പെട്ട recommendations? See, ഈ recommendations നിങ്ങൾ പഠിക്കണം. കാരണം നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നത് മെയിൻസ് എക്സാമിലേക്കാണ്. പ്രിലിംസിന്റെ പേഴ്സ്പെക്റ്റീവിലല്ല നമ്മൾ പറയുന്നത്. പ്രിലിംസിന്റെ പേഴ്സ്പെക്റ്റീവിൽ നിങ്ങൾക്ക് ആ കമ്മിറ്റികളുടെ പേര് ഓർത്തിരുന്നാൽ പോലും മതിയായിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇനി നമ്മൾ ഇതിന്റെ സ്പെഷ്യലൈസ്ഡ് ഫോർമാറ്റ് ആണ് പഠിക്കുന്നത്. ഇതിന്റെ സ്പെഷ്യലൈസേഷൻ ആണ് എക്സാം ഡിമാൻഡ് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഠിക്കണം. കാരണം when we will talk about say Ashok Mehta കമ്മിറ്റിയുടെ 132 റെക്കമെൻഡേഷൻസ് മുഴുവൻ കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ it is practically not possible, but at least the most important one out of it needs to be understood. Okay, so the most important one out of this was, in fact, ഏറ്റവും പ്രധാനപ്പെട്ടത്, it was recommending for the establishment of a 3-tier Panchayati Raj system. 3-tier Panchayati Raj system was the recommendation of Balwant Rai G. Mehta Committee. He was saying about the Gram Panchayat and നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നതിന് പകരം Balwant Rai Mehta പറഞ്ഞത് പഞ്ചായത്ത് സമിതി
ഐ മീൻ നോമൻക്ലേച്ചർ വുഡ് ബി ഡിഫറെന്റ്. ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പേര് വ്യത്യസ്തമായിരിക്കും, പല സംസ്ഥാനങ്ങളിലും പല പേരുകളായിരിക്കും. ആൻഡ് അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവൽ യു ഷുഡ് ഹാവ് എ ജില്ലാ പരിഷത്ത്. ഓക്കെ, ഡിസ്ട്രിക്ട് ലെവൽ യു ഷുഡ് ഹാവ് എ ജില്ലാ പരിഷത്ത്. ഈ 3 ടിയേഴ്സും പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കണം എന്ന് പറയുന്നു. ആൻഡ് ദാറ്റ് ഷുഡ് ബി ത്രൂ ഇൻഡയറക്റ്റ് ഇലക്ഷൻ. സോ എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു സ്ട്രക്ചർ, എങ്ങനെ ആകണം എന്നാണ് ബൽവന്ത് റായ് മേത്ത പറയുന്നത്. ബൽവന്ത് റായ് മേത്ത പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഏറ്റവും താഴെത്തട്ടിൽ യു ഷുഡ് ബി ഹാവിംഗ് ഗ്രാം പഞ്ചായത്ത്, വില്ലേജ് പഞ്ചായത്ത് വേണമെന്ന് പറയുന്നു. ഈ വില്ലേജ് പഞ്ചായത്ത് തെരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത്. ഫൈൻ, ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നു. പക്ഷെ ഈ വില്ലേജ് പഞ്ചായത്ത് ജനങ്ങൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ സപ്പോസ് ഒരു 20 മെമ്പേഴ്സ് വില്ലേജ് പഞ്ചായത്തിലുണ്ട് എന്ന് വിചാരിക്കുക. ഇതൊരു വില്ലേജ് പഞ്ചായത്താണ്, ഇതുപോലെ വേറൊരു വില്ലേജ് പഞ്ചായത്ത് ഉണ്ട് എന്ന് വിചാരിക്കുക. സോ യു ഹാവ് സെക്കൻഡ് വില്ലേജ് പഞ്ചായത്ത്, ഫസ്റ്റ്, സെക്കൻഡ്, ഇങ്ങനെ 2 വില്ലേജ് പഞ്ചായത്ത് ചേർന്ന് ഒരു ബ്ലോക്ക് രൂപീകരിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് സമിതി രൂപീകരിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. ഈ പഞ്ചായത്ത് സമിതിയിലേക്ക് ഇനി ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്യണം എന്നാണോ പറഞ്ഞിട്ടുള്ളത്? അല്ല, ഇനി ഇവര് വേണം വോട്ട് ചെയ്ത് പഞ്ചായത്ത് സമിതി രൂപീകരിക്കാൻ. അങ്ങനെ പഞ്ചായത്ത് സമിതിയിൽ നിന്ന് മെമ്പേഴ്സ് വോട്ട് ചെയ്ത് ജില്ലാ പരിഷത്ത് രൂപീകരിക്കണം. സോ ഇറ്റ് വാസ് ഓർ ഇറ്റ് നീഡ്സ് ടു ബി ലിങ്ക്ഡ് ത്രൂ ഇൻഡയറക്റ്റ് ഇലക്ഷൻ. സോ ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണോ ബൽവന്ത് റായ് ജി മേത്ത കമ്മിറ്റി പരാമർശിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? എങ്ങനെ കണക്ട് ചെയ്യണമെന്നാണ് ബൽവന്ത് റായ് ജി മേത്ത പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എല്ലാവർക്കും? ഒന്നുകൂടി പറയാം. യെസ്, ഓക്കെ, ഐ വിൽ മേക്ക് യു അണ്ടർസ്റ്റാൻഡ്, ഡോണ്ട് വറി. See this, listen here, fine. Okay, so gram panchayat. So ബൽവന്ത് റായ് ജി മേത്ത പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ബൽവന്ത് റായ് ജി മേത്ത പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് ഇങ്ങനെ തന്നെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പിന്നെ അറിയാം. സോ അദ്ദേഹം പറയുന്നത് എന്താണ്? ഗ്രാം പഞ്ചായത്ത് ഏറ്റവും താഴെത്തട്ടിൽ, ഓക്കെ, ഗ്രാം പഞ്ചായത്ത് ഏറ്റവും താഴെത്തട്ടിൽ, അതിന്റെ മുകളിൽ പഞ്ചായത്ത് സമിതി, അതിന് മുകളിൽ ജില്ലാ പരിഷത്ത്. അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവൽ ജില്ലാ പരിഷത്ത്. അപ്പോൾ ജില്ലാ തലത്തിൽ ജില്ലാ പരിഷത്ത്, ബ്ലോക്ക് തലത്തിൽ പഞ്ചായത്ത് സമിതി, വില്ലേജ് തലത്തിൽ ഗ്രാമപഞ്ചായത്ത്. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് വുഡ് ബി ക്ലിയർ ഫോർ യു. ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ പഞ്ചായത്ത്, സപ്പോസ് ഇതൊരു പഞ്ചായത്താണ് എന്ന് വിചാരിക്കുക. ഈ എൻറ്റയർ പഞ്ചായത്തിനെ നിങ്ങൾ എന്ത് ചെയ്യും? വ്യത്യസ്ത വാർഡുകളായി തിരിക്കും, അല്ലെ? വാർഡുകളായി തിരിക്കും. ഈ ഓരോ വാർഡിൽ നിന്നും നിങ്ങൾ ഒരു റെപ്രസെന്റേറ്റീവിനെ ചൂസ് ചെയ്യും. അങ്ങനെ നിങ്ങൾ ഓരോ റെപ്രസെന്റേറ്റീവിനെ ചൂസ് ചെയ്യും. ഈ റെപ്രസെന്റേറ്റീവ്സ് ഒരുമിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ലെജിസ്ലേറ്റീവ് ബോഡി. അപ്പൊ ഗ്രാമപഞ്ചായത്തില് ഇങ്ങനെ റെപ്രസെന്റേറ്റീവ്സിനെ തെരഞ്ഞെടുത്തു. റെപ്രസെന്റേറ്റീവ്സിനെ ആര് തെരഞ്ഞെടുത്തു? ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്തു. പീപ്പിൾ ഡയറക്ട്ലി ഹാസ് വോട്ടഡ്. പക്ഷെ ബൽവന്ത് റായ് ജി മേത്ത പറയുന്നത് എന്താണ്? ഡയറക്റ്റ് ഇലക്ഷൻ ഇവിടെ മാത്രം നടന്നാൽ മതി, ഇനി അങ്ങോട്ട് ഡയറക്റ്റ് ഇലക്ഷൻ വേണ്ട. കാരണം ഈ ജനങ്ങൾ നേരിട്ട് പഞ്ചായത്ത് സമിതിയിലെ അംഗങ്ങൾക്കും ജില്ലാ പരിഷത്തിലെ അംഗങ്ങൾക്കും വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് വോട്ട് ചെയ്യേണ്ടത്, അതായത് പഞ്ചായത്ത് സമിതി മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കേണ്ടത് ഈ ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങളായിരിക്കണം. സർ, അപ്പൊ ഒരു ഗ്രാമപഞ്ചായത്ത് മാത്രമാണോ? അല്ല, ഇങ്ങനെ ഒന്നിലധികം ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നായിരിക്കും എന്ത് ഡിവൈഡ് ചെയ്യപ്പെടുന്നത്? ഒരു പഞ്ചായത്ത് സമിതി വരുന്നത്. അപ്പൊ ഈ ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങൾ പോലെ തന്നെ എവിടെയും അംഗങ്ങൾ ഉണ്ടായിരിക്കും, ഇവിടെയും അംഗങ്ങൾ ഉണ്ടായിരിക്കും, ഇവിടെയും അംഗങ്ങൾ ഉണ്ടായിരിക്കും. ഈ അംഗങ്ങൾക്കാണ് അടുത്ത ലെവലിലേക്ക് വോട്ടവകാശം ഉള്ളത്. ഇവരാണ് ഇലക്ടോറൽ കോളേജ്, അല്ലെ? നമ്മളുടെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക. പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ വോട്ടവകാശം ഉള്ളത് ആർക്കൊക്കെയാണ്? വോട്ടവകാശം ഉള്ളത്
ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾക്കാണ്. രാജ്യസഭാ ഇലക്ഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക. രാജ്യസഭാ ഇലക്ഷനിൽ വോട്ട് അവകാശമുള്ളത് ആർക്കാണ്? നമ്മുടെ MLA-മാർക്കാണ്. നമ്മൾ നേരിട്ട് വോട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പഞ്ചായത്ത് സമിതി, സപ്പോസ് ഇതാണ് രാജ്യസഭ എന്ന് വിചാരിക്കുക. വോട്ട് ചെയ്യുന്നത് ആരാണ്? ഗ്രാമപഞ്ചായത്തിലേക്ക് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള നമ്മളുടെ പ്രതിനിധികളാണ്. ഇനി ജില്ലാ പരിഷത്തിലേക്ക് ആര് വോട്ട് ചെയ്യണം? ജില്ലാ പരിഷത്തിലേക്ക് വോട്ട് ചെയ്യേണ്ടത് ഇവരാണ്. അതായത് ഇൻഡയറക്റ്റ് ഇലക്ഷനിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഇവരാണ്. അപ്പൊ ഒരു പഞ്ചായത്ത് സമിതി മാത്രമാണോ സർ ഉള്ളൂ? നോ. ഇതുപോലെ ഒന്നിലധികം പഞ്ചായത്ത് സമിതികൾ ചേർന്നായിരിക്കും എന്ത്? ജില്ലാ പരിഷത്ത് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പഞ്ചായത്ത് സമിതി 2, പഞ്ചായത്ത് സമിതി 3, പഞ്ചായത്ത് സമിതി 4, ഇവിടെ എല്ലാവിടെയും മെമ്പേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ? ഈ മെമ്പേഴ്സ് വേണം എന്ത് ചെയ്യാൻ? ജില്ലാ പരിഷത്തിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ. ആൻഡ് ദിസ് ഇസ് what was Balwant Rai G. Mehta was putting forward. Is it clear now? ഇപ്പൊ ക്ലിയർ ആണോ? ഒരാൾ സെയിം ടൈം ഈ മൂന്നിലും മെമ്പർ ആകുമോ? നോ, അങ്ങനെയല്ല. ഒരാൾ സെയിം ടൈം മെമ്പർ ആകുകയല്ല ചെയ്യുന്നത്. സപ്പോസ് രാജ്യസഭാ ഇലക്ഷൻ എങ്ങനെയാ നടക്കുന്നത്? MLA-മാരെ ജനങ്ങൾ ചൂസ് ചെയ്യുന്നു അല്ലെ? പീപ്പിൾ ദേ ചൂസസ് ദ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഈ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണ് വോട്ടർമാര്. രാജ്യസഭയിലേക്ക് ദർ വിൽ ബി കാൻഡിഡേറ്റ് ഫ്രം LDF-ന്റെ കാൻഡിഡേറ്റ് ഉണ്ടായിരിക്കും, UDF-ന്റെ കാൻഡിഡേറ്റ് ഉണ്ടായിരിക്കും. ഈ കാൻഡിഡേറ്റിനെ UDF-ന്റെ കാൻഡിഡേറ്റ് ഉണ്ടായിരിക്കും. ഈ കാൻഡിഡേറ്റ്സിന് വോട്ട് ചെയ്യുന്നത് ആരാണ്? ഈ MLA-മാരാണ്. ഈ MLA-മാരിൽ നിന്ന് ഒരാള് രാജ്യസഭയിലേക്ക് പോകുന്നു എന്നല്ല, അവരിൽ നിന്നൊരാളെ തെരഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത്. ഒരേ സമയം ഒരു വ്യക്തിക്ക് 2 സഭയിലും അംഗമായിരിക്കാൻ പറ്റില്ല. സ്ഥാനാർത്ഥികൾ വേറെ മത്സരിക്കും. ആ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നത് ആരായിരിക്കും? ഈ MLA-മാരായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് എക്സാക്ട്ലി മീൻ. Fine. So that was what Balwant Rai G. Mehta was putting forward. അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത് എവിടെ മാത്രം മതി? ഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും താഴെ തട്ടിൽ മാത്രം മതി. തുടർന്ന് അങ്ങോട്ട് യു മേ കണ്ടക്ട് ഇൻ ഡയറക്റ്റ് ഇലക്ഷൻ. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് ദ ഫസ്റ്റ് റെക്കമെൻഡേഷൻ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ. മനസ്സിലാക്കേണ്ടത് 3-tier സിസ്റ്റം വാസ് പ്രൊവൈഡഡ് ബൈ Balwant Rai Mehta കമ്മിറ്റി. ആൻഡ് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കില്ലായിരിക്കാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം നമ്മുടെ PSC-യിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കോമൺ സെൻസ് പരിശോധിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങളുടെ മെമ്മറി ഒരുപാട് പരിശോധിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ലായിരിക്കാം. ദിസ് ഇസ് വാട്ട് മൈ പെർസ്പെക്ടീവ് ഇസ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്കാണെങ്കിലും സ്പെഷ്യൽ ടോപ്പിക് എടുത്തപ്പോൾ ഒരുപാട് അങ്ങനെ ബുദ്ധിമുട്ടിച്ചൊന്നുമില്ല. പക്ഷെ ഒരു സർഫസ് ലെവൽ, ഒരു പെരിഫറി ലെവൽ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. ഫൈൻ. സോ ഇവിടെ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? 3-tier പഞ്ചായത്തി രാജ് സിസ്റ്റം, ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. ഡയറക്റ്റ് ഇലക്ഷൻ എവിടെ മാത്രം മതി എന്ന് പറഞ്ഞു? ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ വില്ലേജ് പഞ്ചായത്തിൽ മാത്രം ഡയറക്റ്റ് ഇലക്ഷൻ മതി എന്ന് പറഞ്ഞു. പഞ്ചായത്ത് സമിതിയിലേക്കും ജില്ലാ പരിഷത്തിലും ഇൻഡയറക്റ്റ് ഇലക്ഷൻ. ദിസ് വാസ് ദ റെക്കമെൻഡേഷൻ ഓഫ് Balwant Rai G. Mehta കമ്മിറ്റി. നൗ സി, പഞ്ചായത്ത് സമിതി, അതായത് ഇവിടെ 3 പേർക്കും തുല്യമായ അധികാരമല്ല നൽകിയിരുന്നത്. ഒരു പ്ലാൻ പഞ്ചായത്തുകൾ നിർമ്മിച്ചാലും, സപ്പോസ് പഞ്ചായത്തുകൾ, അതായത് വില്ലേജ് പഞ്ചായത്ത് അവർക്ക് വേണ്ടുന്ന പദ്ധതികളെ ഐഡന്റിഫൈ ചെയ്യുന്നു. പക്ഷെ ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള അധികാരം ആർക്കായിരുന്നു? അത് പഞ്ചായത്ത് സമിതിക്ക് നൽകണമെന്നാണ് Balwant Rai G. Mehta പറഞ്ഞത്. അപ്പൊ എക്സിക്യൂട്ടീവ് ബോഡി എന്ന് പറയുന്നത് പഞ്ചായത്ത് സമിതി ആയിരിക്കണമെന്നും ഓവറോൾ അഡ്വൈസറി, കോർഡിനേഷൻ, സൂപ്പർവിഷൻ പവർ ലൈസ് വിത്ത് ദ ജില്ലാ പരിഷത്ത്. അപ്പൊ എക്സിക്യൂഷനെ സൂപ്പർവൈസ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, അതുപോലെ അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുക എന്ന അധികാരമായിരിക്കണം ആർക്ക് നൽകേണ്ടത്? ജില്ലാ പരിഷത്തിന് നൽകേണ്ടത്. സോ predominant consideration, that is execution, was given to panchayat samitis. So that is not that important, അത്ര പ്രധാനപ്പെട്ട ഒന്നല്ല, but still try to understand that. And the chairman of ജില്ലാ പരിഷത്തിന്റെ ചെയർമാനായി ഒരു എക്സിക്യൂട്ടീവിനെ അപ്പോയിന്റ് ചെയ്യണം. ജനപ്രതിനിധിയെ അപ്പോയിന്റ് ചെയ്യണമെന്നല്ല പറഞ്ഞത്, ഒരു ഒഫീഷ്യലിനെ അപ്പോയിന്റ് പറഞ്ഞു. ആൻഡ് ദാറ്റ് ഷുഡ് ബി ദ ഡിസ്ട്രിക്ട് കളക്ടർ. ഒരു ജില്ലാ കളക്ടറെ അപ്പോയിന്റ് ചെയ്യണം എന്നാണ് Balwant Rai G. Mehta പറയുന്നത്. അപ്പം ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ആണ്. ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. ഇദ്ദേഹം ജനപ്രതിനിധിയല്ല. അപ്പൊ ഒരു ബ്യൂറോക്രാറ്റൈസേഷനെ അഡ്വക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ശരിയാണ്. ദാറ്റ് മീൻസ്
ജില്ലാ പരിഷത്താണ് ഏറ്റവും ടോപ്പിൽ. ഈ ജില്ലാ പരിഷത്തിന്റെ ഒഫീഷ്യലായ ആര് വരണമെന്ന് പറയുന്നു? ജില്ലാ കളക്ടർ വരണമെന്ന് പറയുന്നു. ആൻഡ് ദർ ഷുഡ് ബി ജെനുവിൻ ട്രാൻസ്ഫർ ഓഫ് പവർ ആൻഡ് അതോറിറ്റി. ഓഫ് കോഴ്സ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷന്റെ ഉദ്ദേശം തന്നെ അധികാര കൈമാറ്റമാണ്. അപ്പോ ഡെഫിനറ്റ്ലി അധികാരങ്ങൾ കൈമാറണം എന്ന് പറയുന്നു. അധികാരങ്ങൾ കൈമാറുമ്പോൾ അവ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസ് സ്വാഭാവികമായും ഇവർക്ക് നൽകണം എന്നും ആവശ്യപ്പെടുന്നുണ്ട്. സോ ദീസ് ആർ ദ ബേസിക് ഓർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റെക്കമെൻഡേഷൻ ഓഫ് ബൽവന്ത് റായ് ജി മേത്ത കമ്മിറ്റി. പക്ഷെ ഈ റെക്കമെൻഡേഷൻസ് 1958 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, ദേശീയ വികസന കൗൺസിൽ അഡ്മിറ്റ് ചെയ്തുവെങ്കിലും ഈ റെക്കമെൻഡേഷൻസിന്റെ ഒടുവിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സംസ്ഥാനങ്ങൾക്ക് സ്യൂട്ടബിൾ പാറ്റേൺസ് ഡിസൈഡ് ചെയ്യാം എന്നാണ്. അതായത് ഈ റെക്കമെൻഡേഷൻസിന്റെ ഫണ്ടമെന്റൽസ് കീപ്പ് ചെയ്തുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പാറ്റേൺസ് സ്വീകരിക്കാം എന്ന് പറഞ്ഞു. അതായത് ഇതൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ആയി പരിഗണിക്കപ്പെട്ടില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ പ്രശ്നം എന്തായിരുന്നു? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് വർഷം 1957-58 കാലഘട്ടമാണ്. അപ്പൊ അതിന്റെ പ്രശ്നം എന്തായിരുന്നു? അപ്പൊ സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണമായും അധികാരം വീണ്ടും കിട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ റെക്കമെൻഡേഷൻസ് ഒക്കെ കൊടുത്തുവെങ്കിൽ പോലും സംസ്ഥാനങ്ങളോട് നിർബന്ധമായും നിങ്ങൾ ഇതൊക്കെ പരിഗണിക്കണമെന്ന് പറയുന്നില്ല. അപ്പൊ സംസ്ഥാനങ്ങൾക്ക് അവർക്ക് അധികാരം, അല്ലെങ്കിൽ അവർക്ക് ഒരു വിവേചനാധികാരം കിട്ടിയിരിക്കുകയാണ്. അപ്പൊ പല സംസ്ഥാനങ്ങളും എന്ത് ചെയ്തു? പല സംസ്ഥാനങ്ങളും പല രീതിയിൽ പ്രതികരിച്ചു. ചില സംസ്ഥാനം 2 tier സിസ്റ്റം, ചില സംസ്ഥാനം 3 tier സിസ്റ്റം, ചില സംസ്ഥാനം 4 tier സിസ്റ്റം. ചില സംസ്ഥാനങ്ങൾ ജില്ലാ പരിഷത്തിന് കൂടുതൽ അധികാരം നൽകി, ചില സംസ്ഥാനം ബ്ലോക്ക് പഞ്ചായത്തിന് കൂടുതൽ അധികാരം, ദാറ്റ് ഈസ് പഞ്ചായത്ത് സമിതിക്ക് കൂടുതൽ അധികാരം നൽകി. സോ ദ പ്രോബ്ലം വാസ് ഇറ്റ് വാസ് നോട്ട് എ യൂണിഫോം സിസ്റ്റം. ഒരു യൂണിഫോമിറ്റി രാജ്യത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഇത് അഡ്മിറ്റ് ചെയ്തുവെങ്കിൽ പോലും സംസ്ഥാനങ്ങൾക്ക് ഒരു വിവേചനാധികാരം നൽകി, ഒരു യൂണിഫോമിറ്റി അതിലുണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ നിങ്ങളോട് ഫാക്ച്വൽ ആയി PSC ഇതിനു മുൻപും ചോദിച്ചിട്ടുള്ളതാണ്, രാജസ്ഥാനാണ് ആദ്യമായി ഈ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നത്, പഞ്ചായത്തി രാജ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് വാസ് ഇനാഗുറേറ്റഡ് ഓൺ ദി 2nd day of October in 1959 ഇൻ നഗൌർ ഡിസ്ട്രിക്ട് ഓഫ് രാജസ്ഥാൻ. രാജസ്ഥാന് പുറമെ ആന്ധ്രാപ്രദേശും ഈ സിസ്റ്റം അഡോപ്റ്റ് ചെയ്തു. അതിന് പുറമെ ഒരുപാട് സംസ്ഥാനങ്ങൾ ഈ സിസ്റ്റം അഡോപ്റ്റ് ചെയ്തു. ബട്ട് ദ പ്രോബ്ലം വാസ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് എ യൂണിഫോം സ്ട്രക്ചർ. ഓക്കെ, ഇറ്റ് വാസ് നോട്ട് എ യൂണിഫോം സ്ട്രക്ചർ. നൗ സി ഫോളോയിങ് ദിസ്, അതിനുശേഷം ബൽവന്ത് റായ് മേത്ത ആരായിരുന്നു എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സ്ലൈഡിൽ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹി വാസ് ദ സെക്കൻഡ് CM ഓഫ് ഗുജറാത്ത്, ആർക്കിടെക്ട് ഓഫ് ദ പഞ്ചായത്തി രാജ്, ഒരു ഫാദർ ഓഫ് പഞ്ചായത്തി രാജ്. ആരാണ് എന്ന് ചോദിച്ചാലും ഓഫ്കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഇറ്റ് ഇസ് ബൽവന്ത് റായ് ജി മേത്ത. നൗ ദ സെക്കൻഡ് കമ്മിറ്റി. ഈ ഒരു കമ്മിറ്റി കൂടെ കഴിഞ്ഞാൽ നമ്മൾക്ക് 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടിലേക്ക് പോകാം. ബിഫോർ ദാറ്റ് നമുക്ക് ജസ്റ്റ് ഒരു 5 minutes ബ്രേക്ക് എടുക്കാം. 8 മണിയായി, 8:05 വി വിൽ റെസ്യൂം ദ ഡിസ്കഷൻ. ഓക്കെ, ഒരു 5 minutes ബ്രേക്ക്.
ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഫൈൻ. യെസ്, ഒരു കമ്മിറ്റി കൂടി നമുക്ക് നോക്കിയിട്ട് 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടിലേക്ക് പോകാം. സോ അഗെയിൻ 1977 ജനതാ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ ഈക്വലി ഇമ്പോർട്ടന്റ്. അശോക് മേത്ത കമ്മിറ്റി വാസ് അപ്പോയിന്റഡ് ബൈ ദ ജനതാ ഗവൺമെന്റ് ഇൻ 1977. സോ അതുവരെയുള്ള പഞ്ചായത്തി രാജ് സിസ്റ്റത്തെ റിവ്യൂ ചെയ്യുക, അല്ലെങ്കിൽ പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ വർക്കിങ്ങിനെ റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ് ഈ കമ്മിറ്റിക്ക് മുൻപാകെ വെച്ചിരുന്ന ടേം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ടേം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ പരിഗണനാ വിഷയങ്ങൾ എന്നാണ് അർത്ഥം. ആൻഡ് സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് പ്രൊവൈഡഡ് ഹിയർ ടു റിവ്യൂ ദ വർക്കിംഗ് ഓഫ് പഞ്ചായത്തി രാജ് സിസ്റ്റം. They have submitted the report in the year of 1978. 1978 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറേ റെക്കമെൻഡേഷൻസ് അശോക് മേത്ത കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. ആൻഡ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നേരത്തെ നമ്മൾ 3 tier സിസ്റ്റത്തെ പറ്റിയാണ് പറഞ്ഞത് അല്ലെ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി മുന്നോട്ട് വെച്ചത് 3 tier സിസ്റ്റം ആണ്. എന്നാൽ അശോക് മേത്ത കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നത് ഒരു 2 tier സിസ്റ്റം ആണ്. അദ്ദേഹം എക്സിസ്റ്റിംഗ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ റിവ്യൂ ചെയ്തുകൊണ്ട് പറയുന്നത് 3 tier സിസ്റ്റത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു 2 tier സിസ്റ്റം വരണം എന്നാണ്. അപ്പൊ 2 tier സിസ്റ്റത്തിനെ അദ്ദേഹം പറയുന്നത് നമ്മൾക്ക് വില്ലേജ് ലെവലിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റെഡ് ജില്ലാ പരിഷത്ത് അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവൽ ആൻഡ് മണ്ഡൽ പഞ്ചായത്ത് അറ്റ് ദ ബ്ലോക്ക് ലെവൽ. ജില്ലാ പരിഷത്തും മണ്ഡൽ പഞ്ചായത്തും മാത്രം മതി, വില്ലേജ് പഞ്ചായത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ മണ്ഡൽ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ 15,000 മുതൽ 20,000 വരെ പോപ്പുലേഷൻ ഉള്ള, ഇൻഫാക്ട് ഒരു ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് ചേരുന്ന ഒരു സംവിധാനമായിരിക്കും എന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇവിടെ പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. എക്സിസ്റ്റിംഗ് 3 tier സിസ്റ്റം അല്ലെങ്കിൽ 4 tier സിസ്റ്റം ഒക്കെ അബോളിഷ് ചെയ്തുകൊണ്ട് ഒരു 2 tier സിസ്റ്റത്തിലേക്ക് മാറണമെന്ന് പറയുന്നു. ജില്ലാ പരിഷത്തും മണ്ഡൽ പഞ്ചായത്തും എന്തെങ്കിലും നോമൻക്ലേച്ചർ നൽകണമെന്ന് പറയുന്നു. മണ്ഡൽ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വില്ലേജസ് ആണ്, 15K to 20K പോപ്പുലേഷൻ ആകാം എന്നും പറയുന്നു. ഇവിടെ ജില്ലാ പരിഷത്തിന് പ്ലാനിങ് ആസ് വെൽ ആസ് എക്സിക്യൂട്ടീവ് പവർ നൽകുകയാണ്. അപ്പൊ നേരത്തെ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ലെവലിലാണ് നൽകിയിരുന്നത്. ഇവിടെ അവിടെയും വ്യത്യാസം വരുത്തിയിരിക്കുകയാണ്. പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ പവർ ടു ജില്ലാ പരിഷത്ത്. The most important recommendation was രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു. രാഷ്ട്രീയ പാർട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന റെക്കമെൻഡേഷൻ നൽകുന്നത് ഇൻഫാക്ട് അശോക് മേത്ത കമ്മിറ്റിയാണ്. ആസ് വെൽ എസ് ഈ ജില്ലാ പരിഷത്ത് ആണെങ്കിലും മണ്ഡൽ പഞ്ചായത്ത് ആണെങ്കിലും വളരെ സ്പെസിഫിക് ആയി നൽകിയിരിക്കുന്ന ഒരു കാര്യം, ഇവർക്ക് സ്വയംഭരണത്തിന് ഫണ്ട് വേണം അല്ലെ. ഫണ്ട് വേണമെങ്കിൽ അവർക്ക് ഫണ്ട് പിരിച്ചെടുക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കണം. സോ ദേ ഷുഡ് ബി പ്രൊവൈഡഡ് ദ പവർ ഓഫ് ടാക്സേഷൻ. നികുതി പിരിക്കാനുള്ള അധികാരം ഈ തദ്ദേശ സ്വയംഭരണ സംവിധാനത്തിന് നൽകണമെന്നും അശോക് മേത്ത കമ്മിറ്റി പറയുന്നു. ഇനി പ്ലാനിംഗ് നടത്തി കഴിയുമ്പോൾ ജില്ലാ പരിഷത്ത് സ്വാഭാവികമായും ഏതൊക്കെ മേഖലകൾക്ക് എത്ര രൂപ വകയിരുത്തണം എന്നുള്ളതിനെ പറ്റിയും പരാമർശിക്കും. ചിലപ്പോൾ സോഷ്യലി എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആയിട്ടുള്ള വിഭാഗത്തിന് ഇത്ര രൂപ നൽകണം എന്ന് പരാമർശം ഉണ്ടാകാം. അങ്ങനെ നൽകുന്ന തുക കൃത്യമായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ, ദാറ്റ് ഇസ് റെഗുലർ സോഷ്യൽ ഓഡിറ്റ് നീഡ്സ് ടു ബി ഡൺ ബൈ എ ഡിസ്ട്രിക്ട് ലെവൽ ഏജൻസി. ഒരു ജില്ലാതല ഏജൻസിയെ കൊണ്ട് ഒരു റെഗുലർ സോഷ്യൽ ഓഡിറ്റ് നടത്തണം. ആ ഏജൻസിയിൽ ലെജിസ്ലേറ്റേഴ്സും ഉണ്ടായിരിക്കണം. ആ ഓഡിറ്റിലൂടെ കൃത്യമായി വകയിരുത്തിയിരിക്കുന്ന ഫണ്ട് കൃത്യമായി വിനിയോഗിച്ചിട്ടുണ്ടോ എന്നുകൂടി വിലയിരുത്തണം. സോ ദർ ഷുഡ് ബി എ റെസ്പോൺസിബിലിറ്റി ഓർ ആൻ അക്കൗണ്ടബിലിറ്റി എലമെന്റ് ഓൾസോ. ഇനി ഇൻ കേസ് ഈ മണ്ഡൽ പഞ്ചായത്ത് അല്ലെങ്കിൽ ജില്ലാ പരിഷത്ത് ഡിസോൾവ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ,
പണമാണ് സ്വാഭാവികമായും ടാക്സ് പിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ടാക്സ് പിരിച്ചു കഴിയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഇൻവോൾവ്മെന്റ് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ പണം വിനിയോഗിക്കുമ്പോൾ അതിൽ ചില ഡിസ്ക്രിപ്പൻസികൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ചില അഴിമതികൾ ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ അഴിമതി ഉണ്ട്, ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് നിലനിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് വന്ന് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് ഡിസോൾവ് ചെയ്യുക? ഡിസോൾവ് ചെയ്യുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ് കേട്ടോ. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അങ്ങനെ ഡിസോൾവ് ചെയ്താലും ആ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യണമെന്ന് പറയുന്നു? വിത്തിൻ 6 months, 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും പറയുന്നു. സോ വിത്തിൻ 6 months they should conduct elections. 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പറയുന്നു. ഇത് കൂടാതെ ന്യായ പഞ്ചായത്ത്, അതായത് പഞ്ചായത്ത് തലത്തിൽ കോടതികൾ, ഓക്കെ, കോർട്സ് അറ്റ് ദി ലെവൽ ഓഫ് പഞ്ചായത്ത്. സി, നിങ്ങൾ പഞ്ചായത്ത് എന്ന് കേൾക്കുമ്പോൾ വില്ലേജ് പഞ്ചായത്ത് ആണ് എന്ന് മാത്രം വിചാരിക്കരുത്. പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഭരണ സംവിധാനം എന്നേ അർത്ഥമുള്ളൂ കേട്ടോ. അത് ഡിസ്ട്രിക്ട് പഞ്ചായത്താകാം, ബ്ലോക്ക് പഞ്ചായത്താകാം, വില്ലേജ് പഞ്ചായത്താകാം. ഞാൻ ഗ്രാം പഞ്ചായത്ത് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ന്യായ പഞ്ചായത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സ്പെസിഫിക് അല്ലാത്ത, വളരെ ജനറൽ ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ ആണ് നൽകിയത്. ദ കോർട്സ് നീഡ്സ് ടു ബി സെറ്റ് അപ്പ് അറ്റ് ദ ലെവൽ ഓഫ് ദിസ് ജില്ലാ പരിഷത്ത് ആൻഡ് ദ മണ്ഡൽ പഞ്ചായത്ത്, സോ ദാറ്റ് ജനങ്ങൾക്ക് ഡിസ്പ്യൂട്ട് റിഡ്രസലിന് വേണ്ടി ഹൈക്കോടതിയിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഡിസ്ട്രിക്ട് ലെവൽ കോടതികളിലേക്കോ സുപ്രീം കോടതിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ചെറിയ പെറ്റി ഇഷ്യൂസ് റിസോൾവ് ചെയ്യുന്നതിന് വേണ്ടി ന്യായ പഞ്ചായത്ത് സെറ്റപ്പ് ചെയ്യണം എന്ന് പറയുന്നു അല്ലെ. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഓഫ്കോഴ്സ് യു നോ that there should be equality as well as there should be a grievance redressal mechanism അല്ലെ. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ there should be a grievance redressal mechanism also. So there was a question, UPSC ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, independent judiciary is a prerequisite of democracy, comment എന്നായിരുന്നു. അതായത് സ്വതന്ത്രമായ ഒരു ജുഡീഷ്യറി എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് അത്യന്താപേക്ഷിതമാണ്. യെസ്, ജനാധിപത്യത്തിന്റെ ഒരു എലമെന്റ് ആണ് എന്ത്? ജുഡീഷ്യറി അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, സ്വതന്ത്ര ജുഡീഷ്യറി എന്ന് പറയുന്നത്. അതുകൊണ്ട് ജനാധിപത്യം താഴെത്തട്ടിലേക്ക് എത്തുമ്പോൾ എന്തുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് പറയുന്നു? ന്യായ പഞ്ചായത്ത് കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് പറയുന്നു. ഫൈൻ. സോ എന്തൊക്കെയാണ് പറഞ്ഞത്? ഏറ്റവും പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ നമ്പർ 1, ജില്ലാ പരിഷത്ത് ആൻഡ് മണ്ഡൽ പഞ്ചായത്ത്. സോ ഇതുവരെ ഉണ്ടായിരുന്ന 3 tier 4 tier സിസ്റ്റംസിനെ എല്ലാം റിപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു 2 tier സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് പറയുന്നു. ആ 2 tier സിസ്റ്റം ഡിസ്ട്രിക്ട് ലെവലിലും ബ്ലോക്ക് ലെവലിലും മതി എന്ന് പറയുന്നു. അതിന്റെ താഴെ ഗ്രാം ലെവലിൽ അല്ലെങ്കിൽ വില്ലേജ് ലെവലിൽ വേണ്ട എന്നാണ് അശോക് മേത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ജില്ലാ പരിഷത്ത് ഷുഡ് ബി പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂട്ടീവ് ബോഡി. ഏറ്റവും പ്രധാനപ്പെട്ടത് ജില്ലാ പരിഷത്താണ്. നേരത്തെ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിനാണ് എക്സിക്യൂഷൻ പവർ നൽകിയിരുന്നത്. ഇവിടെ പ്ലാനിങ്ങും എക്സിക്യൂഷനും ആർക്ക് നൽകണമെന്ന് പറയുന്നു? ജില്ലാ പരിഷത്തിന് നൽകണമെന്ന് പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ്, രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുക്കുന്ന ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടായിരിക്കണം. അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കണം. ഗവൺമെന്റ്, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലാണെങ്കിലും അവർക്ക് നികുതി പിരിച്ചുകൊണ്ട് അവരുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കണം. ഈ നികുതി പിരിക്കുമ്പോൾ ജനങ്ങളുടെ കാശാണ്. സോഷ്യൽ ഓഡിറ്റ്, വകയിരുത്തിയിരിക്കുന്ന പണം കൃത്യമായാണോ വിനിയോഗിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സോഷ്യൽ ഓഡിറ്റ് വേണമെന്ന് പറയുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ സോഷ്യൽ ഓഡിറ്റിൽ ഒരു ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ അടുത്ത തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പറയുന്നു. ഗ്രീവാൻസ് റിഡ്രസലിന് പഞ്ചായത്ത് തലത്തിൽ കോടതികൾ സ്ഥാപിക്കണമെന്നും അശോക് മേത്ത കമ്മിറ്റി ശുപാർശ നൽകുന്നു. സോ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ദാറ്റ് യു കണക്ട് തിങ്സ് ടുഗെദർ. ടാക്സ് പിരിക്കുന്നു, ടാക്സ് പിരിച്ചാൽ അഴിമതി ഉണ്ടാകാം. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറയുന്നു. രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് മത്സരിച്ച് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഗവൺമെന്റിൽ ടാക്സ് പിരിക്കാൻ ആവശ്യപ്പെടുന്നു. ടാക്സ് പിരിക്കുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് വേണ്ടി വരും. അഴിമതി ഉണ്ടാകാം. അഴിമതി ഉണ്ടാകുന്നതിന് തടയുന്നതിന് വേണ്ടി ഒരു സോഷ്യൽ ഓഡിറ്റ് വേണം. ആ സോഷ്യൽ ഓഡിറ്റിൽ അഴിമതി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ സംസ്ഥാന ഗവൺമെന്റിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ വിത്തിൻ 6 months ഇലക്ഷൻ കണ്ടക്ട് ചെയ്യണം. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ആ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി ന്യായ പഞ്ചായത്ത് സെറ്റിൽ ചെയ്യണം അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്യണം എന്നും ആവശ്യപ്പെടുന്നു. സോ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ദാറ്റ് യു കണക്ട് തിങ്സ് ടുഗെദർ. നൗ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ചീഫ് ഇലക്ടോറൽ
ഗ്രിവാൻസ് റിഡ്രസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിച്ചത്. ഗ്രിവാൻസ് റിഡ്രസൽ എന്ന് പറഞ്ഞാൽ പരാതി പരിഹാരം എന്നാണ് അർത്ഥം കേട്ടോ. പരാതി പരിഹാരം. ഓക്കെ, ഗ്രിവാൻസ് റിഡ്രസൽ എന്ന് പറഞ്ഞാൽ പരാതി പരിഹാരം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അപ്പൊ ജനാധിപത്യത്തിന് അതും പ്രധാനമാണ്. ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് തന്നെയാണ് ഗ്രിവാൻസ് റിഡ്രസൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫൈൻ. സോ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ചീഫ് ഇലക്ടോറൽ ഓഫീസർ അപ്പോയിന്റ് ചെയ്യപ്പെടണമെന്നും ഈ ചീഫ് ഇലക്ടോറൽ ഓഫീസർ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുമായി, ഓക്കെ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അപ്പൊ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുമ്പോൾ തന്നെ വി ഹാവ് ആൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അല്ലെ? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടോ? ഇല്ല. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഒക്കെ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിലൂടെ പിന്നീട് വരുന്ന സംവിധാനങ്ങളാണ്. അപ്പോ ഒരു ചീഫ് ഇലക്ടോറൽ ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യണമെന്നും, അതായത് ഓരോ സംസ്ഥാനത്തും ഒരു ചീഫ് ഇലക്ടോറൽ ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യണമെന്നും, ഈ ചീഫ് ഇലക്ടോറൽ ഓഫീസർ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി സംസ്ഥാന ഗവൺമെന്റിനോടല്ല, അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി സെൻട്രൽ അല്ലെങ്കിൽ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷണറോടാണ്, അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറോടാണ്. സോ ഇറ്റ് വാസ് എ സിംഗിൾ മെമ്പർ ബോഡി. സോ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഹെഡ് ആയിട്ടുള്ള ചീഫ് ഇലക്ഷൻ കമ്മീഷണറുമായി കൺസൾട്ട് ചെയ്തുകൊണ്ട് വേണം ഈ ചീഫ് ഇലക്ടോറൽ ഓഫീസർ പഞ്ചായത്തി രാജ് തലത്തിൽ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ എന്ന് പറയുന്നു. അത് കൂടാതെ ദർ ഷുഡ് ബി എ മിനിസ്റ്റർ, ഒരു ഡെഡിക്കേറ്റഡ് മിനിസ്റ്റർ സംസ്ഥാന മന്ത്രിസഭയിൽ, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ ഒരു ഡെഡിക്കേറ്റഡ് മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യണം എന്നും അശോക് മേത്ത കമ്മിറ്റിയിൽ പരാമർശിക്കുന്നു. ആൻഡ് വെരി ഇമ്പോർട്ടന്റ്ലി, റിസർവേഷൻ ഫോർ SC/ST ഓൺ ദ ബേസിസ് ഓഫ് ദെയർ പോപ്പുലേഷൻ. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് തലത്തിലും ഡിസ്ട്രിക്ട് തലത്തിലും SC/ST റിസർവ്ഡ് സീറ്റുകൾ നൽകണമെന്ന് പറയുന്നു. ആൻഡ് ബിയോണ്ട് ഓൾ ദീസ് തിങ്സ്, ടു പുട്ട് ടുഗദർ ഓൾ ദീസ് റെക്കമെൻഡേഷൻസ്, ഈ റെക്കമെൻഡേഷൻസ് എല്ലാം തന്നെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണം എന്നുകൂടി പരാമർശിക്കുന്നു. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ നീഡ്സ് ടു ബി പ്രൊവൈഡഡ് എന്നുകൂടി പരാമർശിക്കുന്നു. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ യു നോ ദാറ്റ് 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ നൽകി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ SCOM എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കേട്ടോ, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഫൈൻ. ഞാൻ ഈ ചില അബ്രിവിയേഷൻ ഉപയോഗിക്കുന്നത് നിങ്ങൾ പൊളിറ്റിയുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ആ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടാകും എന്നുള്ള പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഞാൻ എന്തെങ്കിലും അബ്രിവിയേഷൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചോദിക്കാം കേട്ടോ. ഇനി ചിലപ്പോൾ ഞാൻ യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയും. ഇതിന്റെ അർത്ഥം എന്താണ്? യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് കേന്ദ്ര മന്ത്രിസഭയാണ്. കേന്ദ്ര മന്ത്രിസഭയാണ് കേട്ടോ. ചിലപ്പോൾ ഞാൻ അങ്ങനെ ഉപയോഗിച്ചാൽ അത് കേന്ദ്ര മന്ത്രിസഭയാണ്. ഫൈൻ. സോ കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ നൽകണം, ഭരണഘടനാ അംഗീകാരം നൽകണം എന്നുകൂടി അശോക് മേത്ത കമ്മിറ്റി പരാമർശിക്കുന്നുണ്ട്. സോ അശോക് മേത്ത കമ്മിറ്റി ഒരുപാട് കാര്യങ്ങൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 132ഓളം റെക്കമെൻഡേഷൻസ് ആണ് അശോക് മേത്ത കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നത്. ഈ റെക്കമെൻഡേഷൻസ് മുഴുവൻ പഠിച്ചിട്ട് പോവുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ. അതിൽ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള, ഏറ്റവും സോൾ അടങ്ങിയിരിക്കുന്ന, പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഏറ്റവും സോൾ അടങ്ങിയിരിക്കുന്ന ചില റെക്കമെൻഡേഷൻസ് മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ റെക്കമെൻഡേഷൻസ് മാത്രം പഠിച്ചാൽ മതി. ഇതിനപ്പുറത്തേക്കുള്ള റെക്കമെൻഡേഷൻസ് ഓൾമോസ്റ്റ് ആരും എഴുതില്ല അങ്ങനെ ചോദിച്ചാലും. സോ ദാറ്റ് വിൽ ബി എ ലെവൽ പ്ലേയിങ് ഫീൽഡ്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് 132 റെക്കമെൻഡേഷൻസും ഒരു PDF അവൈലബിൾ ആണ് നെറ്റിൽ. അത് വേണമെങ്കിൽ വായിക്കാം. ബട്ട് ഐ തിങ്ക് ഇറ്റ് ഇസ് വേസ്റ്റ് ഓഫ് ടൈം. ഇതാണ് നിങ്ങൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനം 2-tier സിസ്റ്റം ആൻഡ് മണ്ഡൽ പഞ്ചായത്ത് ആസ് വെൽ as ജില്ലാ പരിഷത്ത് നോമൻക്ലേച്ചർ ഓർത്തിരിക്കുക. ദെൻ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ റെക്കമെൻഡേഷൻസ്, പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ പാർട്ടിസിപ്പേഷൻ. ദെൻ പൊളിറ്റിക്കൽ പാർട്ടീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇലക്ഷൻ ആണ്. പണം സ്വാഭാവികമായും ചിലപ്പോൾ അഴിമതി ഉണ്ടാക്കാം.
അതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ ഓഡിറ്റ് വേണം. സോഷ്യൽ ഓഡിറ്റ് വേണമെന്ന് ഉള്ള കാര്യം പരാമർശിക്കുന്നു. ഗ്രിവാൻസ് റിഡ്രസലിന് ഒരു കോർട്ട് സിസ്റ്റം വേണം എന്ന് പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞത് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇലക്ഷൻ വിതിൻ 6 months നടത്തണമെന്ന് പറയുന്നു. അഴിമതി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇത് ഡിസോൾവ് ചെയ്യാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ ഡിസോൾവ് ചെയ്യാം. അങ്ങനെ ഡിസോൾവ് ചെയ്താലും അത് ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാൻ പാടില്ല. 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പറയുന്നു. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള തർക്കമുണ്ടെങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഗ്രാം ന്യായാലയ്സ് അല്ലെങ്കിൽ ന്യായ് പഞ്ചായത്ത് എന്ന് പറയുന്ന, ഗ്രാം ന്യായാലയ അല്ല, ന്യായ് പഞ്ചായത്ത് എന്ന് പറയുന്ന സംവിധാനം എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് പറയുന്നു. ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ചീഫ് ഇലക്ടോറൽ ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുമെന്നും ഈ ചീഫ് ഇലക്ടോറൽ ഓഫീസർ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുമായി കൺസൾട്ട് ചെയ്ത് വേണം പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്താൻ എന്ന് പറയുന്നു. സോ ഈ റെക്കമെൻഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിൽ റിഫ്ലക്ട് ചെയ്യുന്നതായി കാണാൻ സാധിക്കും. പഞ്ചായത്ത് രാജിന് വേണ്ടി ഒരു സെപ്പറേറ്റ് മിനിസ്റ്റർ സംസ്ഥാന മന്ത്രിസഭയിൽ വേണം എന്ന് പറയുന്നു. റിസർവേഷൻ സംവരണം അനുവദിക്കണമെന്ന് പറയുന്നു. ഇത് കൂടാതെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ എന്ന ആശയം കൂടി പറയുന്നു. ഓക്കെ, നോ ഡിസ്ട്രിക്ട് കോർട്ട് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് കോർട്ട് ഇസ് ഡിഫറെന്റ്. ഓക്കെ, ഡിസ്ട്രിക്ട് കോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒഫീഷ്യൽ ജുഡീഷ്യറിയുടെ ഭാഗമാണ്. ജില്ലാ കോടതികൾ, സെഷൻസ് കോടതികൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ ഒഫീഷ്യൽ ജുഡീഷ്യറിയുടെ ഭാഗമാണ്. ഇതൊക്കെ നേരത്തെ ഉണ്ട് കേട്ടോ. ടോട്ടലി പഞ്ചായത്തുകൾക്കുള്ളിൽ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള കോടതി അല്ലെങ്കിൽ ജുഡീഷ്യൽ സംവിധാനങ്ങൾ ഡെഡിക്കേറ്റഡ്ലി എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളതാണ് അശോക് മേത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ. ഫൈൻ. സോ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോ യു വുഡ് ഹാവ് ഹേർഡ് അബൌട്ട് നമ്മൾ കേരളത്തിൽ അത്രയ്ക്ക് സജീവം അല്ലെങ്കിൽ പോലും ഗ്രാം ന്യായാലയ് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗ്രാം ന്യായാലയ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ജസ്റ്റിസ് അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്, നിങ്ങളുടെ വാതിൽ പടിക്കൽ നീതി എന്നുള്ളതാണ് ഗ്രാം ന്യായാലയ്. പക്ഷെ അത് അങ്ങനെ പോപ്പുലറൈസ് ചെയ്യപ്പെട്ടില്ല. അത് പോപ്പുലറൈസ് ചെയ്യപ്പെട്ടില്ല. ഇറ്റ് വാസ് എ ഫെയിലിയർ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അഗെയിൻ നമ്മൾ ആ പൊളിറ്റിക്കൽ ആസ്പെക്റ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്റ്റിക്ക് ഓൺ ടു അവർ ടോപ്പിക്. ഫൈൻ. സോ ഇതേ ഫോളോ ചെയ്ത് സംഭവിക്കുന്നത് ജനതാ ഗവൺമെന്റിന്റെ കൊളാപ്സ് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ജനതാ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത ഈ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ വലിയ ആക്ഷൻസ് ഒന്നും ഉണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് പെട്ടെന്ന് തന്നെ വലിയ ആക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അഗെയിൻ ആക്ഷൻസ് വരുന്നത് പിന്നീടാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. സോ ഈ രണ്ട് കമ്മിറ്റീസിന്റെയും റെക്കമെൻഡേഷൻസ് നിങ്ങൾ നിർബന്ധമായും മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഈ രണ്ട് കമ്മിറ്റീസിന്റെയും റെക്കമെൻഡേഷൻ കൃത്യമായി ഓർത്തിരിക്കുക. നമ്മളെ സംബന്ധിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ഡിസ്കസ് ചെയ്തതിനു ശേഷമായിരിക്കും നമ്മൾ അടുത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ നോക്കുക. ഓക്കെ, കാരണം ഈ കമ്മിറ്റികൾ, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അടുത്ത ക്ലാസിന്റെ തുടക്കത്തിൽ 1-2 കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ഡിസ്കസ് ചെയ്തതിനു ശേഷം 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിലേക്ക് പോകാം. ഈ രണ്ട് കമ്മിറ്റീസിന്റെയും റെക്കമെൻഡേഷൻ നിർബന്ധമായും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. എല്ലാ കമ്മിറ്റിയും ഒരുമിച്ച് പഠിക്കാമെന്ന് വിചാരിക്കരുത്. 1-2 റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ 1-2 കമ്മിറ്റി ഒരു സമയത്ത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. റെക്കമെൻഡേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡെഫിനറ്റ്ലി ദർ വിൽ ബി എ ക്വസ്റ്റ്യൻ. കാരണം 15 മാർക്കിന് നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ദർ വിൽ ബി സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഫ്രം ദീസ് ഏരിയ. അപ്പൊ അതുകൊണ്ട് റെക്കമെൻഡേഷൻസ് ലീവ് ചെയ്യരുത്. അതെന്തെങ്കിലുമൊക്കെ കോഡ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ പോലും നിങ്ങൾ ഓർത്തിരിക്കുക. ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ ഓർത്തിരുന്നാൽ ഇറ്റ് വിൽ ബി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, യെസ്. സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഉണ്ടെങ്കിൽ യു മേ പ്ലീസ് ആസ്ക് നൗ. മണ്ഡൽ പഞ്ചായത്തിന് താലൂക്ക് പഞ്ചായത്ത് എന്നൊരു നെയിം ഉണ്ടോ? ഇദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻ ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഈ റെക്കമെൻഡേഷൻ നടപ്പിലാക്കി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള സംവിധാനങ്ങളുമായി ഇതിനെ ബന്ധപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. ഞാൻ ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ സ്പെഷ്യൽ ടോപ്പിക് എടുക്കുന്ന സമയത്തും താലൂക്ക് പഞ്ചായത്തുമായിട്ട് ബന്ധമുണ്ടോ അല്ലെങ്കിൽ താലൂക്ക് പഞ്ചായത്ത് എന്നുള്ള പേരുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഈ റെക്കമെൻഡേഷൻ, ശുപാർശകൾ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഈ ശുപാർശകൾ എന്ന് പറഞ്ഞാൽ ഇത് നിർബന്ധമായും പാലിക്കണം എന്നർത്ഥമില്ല. ദിസ് ഇസ് ജസ്റ്റ് എ recommendation provided by Ashok Mehta committee. Okay, so in that recommendation it is provided as Mandal Panchayat. Okay,
ഫൈൻ. ഇപ്പോൾ ഉള്ള CEC കമ്മിറ്റി വഴിയാണോ? അബ്സല്യൂട്ട്ലി നോട്ട് കേട്ടോ. ഇപ്പോൾ ഉള്ള CEC എന്ന് രാഹുൽ ചോദിച്ചിരിക്കുന്നത് കേന്ദ്ര തലത്തിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷനെ പറ്റിയാണെങ്കിൽ അബ്സല്യൂട്ട്ലി നോട്ട്. കാരണം ഈ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്ന 1970-കളിലാണ്. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ 50-ലേ വന്നില്ലേ. നമ്മൾക്ക് ഇലക്ഷൻ കമ്മീഷൻ അതിനു മുൻപേ ഉണ്ട്. ഫൈൻ, നമ്മളുടെ ഇലക്ഷൻ കമ്മീഷൻ അതിനു മുൻപേ ഉണ്ട്. That's not related to this committee's recommendation. Electoral officer. Electoral officer, you may connect it with this. ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ ഇലക്ടോറൽ ഓഫീസർ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. പക്ഷെ അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ടിലൂടെ വരുന്ന സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് കീഴിലെ ഇലക്ഷൻ കമ്മീഷണർക്ക് കീഴിലാണ് ചീഫ് ഇലക്ടോറൽ ഓഫീസർ വരുന്നത്. So structurally there is a difference. നിലവിലത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇനി അതർ ഡൗട്ട്സ്, മറ്റെന്തെങ്കിലും സംശയങ്ങൾ? ക്ലിയർ ആണോ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും? എല്ലാവരും പ്ലീസ് മെൻഷൻ ഇറ്റ് ഇൻ ദ കമന്റ് ബോക്സ് if it is clear for you. ക്ലിയർ ആവുന്നില്ലെങ്കിൽ നമ്മൾ ഇത് മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇഫ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു, ഇറ്റ് ഇസ് ഗുഡ് ദാറ്റ് ഇലക്ഷൻ ഒന്നുകൂടി പറയണം. ഇലക്ഷൻ ഒന്നുകൂടി പറയണമെന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ പറഞ്ഞിരിക്കുന്ന ഇലക്ഷൻ ആണോ? അശോക് മേത്ത കമ്മിറ്റിയുടെ ബേസിസിലുള്ള ഇലക്ഷൻ. അശോക് മേത്ത കമ്മിറ്റിയുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഹി വാസ് നോട്ട് സ്പെസിഫിക്കലി പ്രൊവൈഡിങ് ഫോർ ദ ടൈപ്പ് ഓഫ് ഇലക്ഷൻസ്. ടൈപ്പ് ഓഫ് ഇലക്ഷനെ പറ്റി അശോക് മേത്ത കമ്മിറ്റിയിൽ അല്ലെങ്കിൽ അശോക് മേത്ത കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ കൃത്യമായി ഒരു പരാമർശം നൽകുന്നില്ല. ഇറ്റ് മേ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഓക്കെ, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് കൃത്യമായി പഞ്ചായത്ത് തലത്തിൽ ഡയറക്റ്റ് ഇലക്ഷൻ വേണമെന്നും മറ്റു 2 തലത്തിൽ ഇൻഡയറക്റ്റ് ഇലക്ഷനിലൂടെ കണക്ട് ചെയ്താൽ മതി എന്നും പറയുന്നത്. ഓക്കെ, ഫൈൻ. യെസ്, അപ്പൊ വേറെ സംശയമില്ലെങ്കിൽ we will wind the class today. We will discuss the remaining topics in the next class. Okay, fine, thank you. നിങ്ങൾക്ക് ഇന്നലത്തെ PDF കിട്ടിയല്ലോ അല്ലേ? ഇന്നലെ നമ്മളെടുത്ത PDF കിട്ടിയില്ലേ? Okay. Yes. Okay, fine. Thank you.